ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടാന്ന് വിളിക്കുന്നത്. കുട്ടാ പിന്നെ ഞാൻ രഹസ്യമായിട്ട് കൊട്ടാന്ന് വിളിക്കും. ഞാൻ വിരലെ വിളിച്ച് ഇവിടെ എടുത്തു. ചേച്ചി ആരെ കുറിച്ച് പറയണെന്നറിയോ? നമ്മുടെ കേരളത്തിന്റെ അഭിമാന പാത്രം കോടീശ്വരനാണ്. മക്കളെ പറയും വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്നെ പറയും എന്നെ കേൾക്കുന്ന ആൾക്കാർ ഫ്രഷ് ടൂവും മാറ്റിയെന്നൊക്കെ പറഞ്ഞ വേറൊരു ഇതുണ്ട്. മൊത്തം പൊളിച്ചടിക്കുന്നതാണ്. കല്യാണം കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ വിചാരം ഭയങ്കര രസമായിരിക്കും. അങ്ങനെ ഇരിക്കുക. 2 ദിവസം കഴിഞ്ഞപ്പോ പെട്ടിയൊക്കെ അടിക്കുമ്പോൾ ഞാനേ വിശാഖപട്ടണത്തെ ചരക്ക് വീണിട്ടുണ്ട്. ചരക്ക് വീണെന്നൊക്കെ ഞാൻ ആദ്യം വെക്കോ ചരക്ക് വീണു. അപ്പൊ ഡ്രസ്സ് എല്ലാം അടുക്കി പെറുക്കി പോയല്ലോ. അപ്പൊ കല്യാണ ആൽബം കിട്ടിയിട്ടില്ല. നമുക്ക് മൊബൈൽ ഫോണിൽ അതിന് ഫോട്ടോ ഇല്ല. 14 ദിവസം ഈ മനുഷ്യന്റെ മുഖം എന്റെ മനസ്സിൽ പോയി അറിയാൻ മറന്നുപോയി. അപ്പൊ 14 ദിവസം കഴിഞ്ഞപ്പോ മാറ്റി വരുവാ, പെട്ടിക്കായിട്ട് വരുവാ. ചക്കര കുട്ടാന്നൊക്കെ വരുവാ. മീന്റെ മണമൊന്നും വരാം. പെട്ടി അങ്ങ് തുറന്നപ്പോ എന്റെ വിചാരം പെട്ടിക്കത് കുറെ ഗിഫ്റ്റൊക്കെ ആണ്. പെട്ടി തുറന്നപ്പോ മീന്റെ മണമുള്ള കുറെ ഡ്രസ്സ്. അപ്പൊ എന്റെ പൈൻമരങ്ങൾ ഒടിഞ്ഞു വീണു. ഇവളുടെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പുറത്ത് ടൂർ പോകുമ്പോൾ ഇവള് പറയും അല്ലേലും മനുഷ്യ ഈ മൊത്തം വർഷം കൂട്ടിയാൽ നിങ്ങൾ എന്റെ കൂടെ മൊത്തം 2 വർഷം ഇവിടെ നിന്നതാണ്. 2 വർഷം എന്റെ കൂടെ കാണുള്ളൂ. ഉണ്ടായിട്ടുള്ള ആ ഡേറ്റുകൾ എന്നെ നോക്കിയാൽ 2 വർഷം കാണുള്ളൂ. ബാക്കി ദിവസം അതൊക്കെ എവിടെയാ? ഇവിടെ കടപ്പുറത്ത് ഞങ്ങൾ എങ്ങനെ അറിയാം? മാറ്റി അവിടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും നീയല്ലാതാരുണ്ട് എന്നോട് പ്രണയം. ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും അതിനെ ഏജസ് നമ്പർ എൻ മോഹന്റെ ഒരിക്കലും ദിവസമുണ്ട്. എൻ മോഹൻ ഇവളോട് ഞാൻ ഇന്നാലും പറഞ്ഞു അതൊന്നും ഇവക്ക് ഇച്ചിരി ഒരു റൊമാൻറ്റിക് കുറഞ്ഞാന്ന് എനിക്കൊരു സംശയം. അന്നേരം ഞാൻ ഒരിക്കലും മേടിച്ചു കൊടുത്തു. നീ അന്ന് വായിച്ചോളാം. ഞാൻ നല്ല ഗ്ലാമർ ആയിരുന്നു. അത് നടന്നു വന്നപ്പോഴേ അവര് പറഞ്ഞു കമലഹാസൻ വരുന്ന പോലെ ഇരിക്കുന്നു. ആ കമലഹാസനാണ് ഇവിടെ ഇളക്കി മൊരിഞ്ഞ റൊട്ടീന്ന് ഞാൻ വിളിക്കാറങ്ങി കാലത്തിന്റെ ഒരു പോക്ക്. ഇന്ന് നമ്മൾ കാണുന്ന ഫ്രഷ് ടു ഹോം ഉണ്ടായത് സീറ്റ് ഹോം എന്നൊരു കമ്പനിയിൽ നിന്ന്. ആ സീറ്റ് ഹോം ഉണ്ടാകാൻ കാരണം ഇവളാണ്. 2 വർഷം കൊണ്ട് ആ കഴിഞ്ഞ 10 വർഷം ഞാൻ നേടിയത് ഉണ്ടാക്കിയത് മുഴുവൻ തീർന്നു. ഇവളെല്ലാ ദിവസവും ഇവർക്ക് അറിയാലോ. ഇവളിങ്ങനെ അറിയുന്നുണ്ടോ അത് വിൽക്കുന്നു ഇത് വിൽക്കുന്നു അന്ന് വിൽക്കുന്നു കാർ വിൽക്കുന്നു ലോറി വിൽക്കുന്നു. അപ്പനും അമ്മയും അടുത്ത് വേണ്ട ചില സമയങ്ങളിൽ അപ്പോഴൊന്നും ഞാൻ ഒരു പിതാവെന്ന നിലയിൽ ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ അവിടെ മുഴുവൻ സമയം വേണ്ട സമയത്ത് പോലും ഞാൻ ഉണ്ടായിട്ടില്ലെന്നുള്ള ഒരു കുറ്റബോധം എനിക്കുണ്ട്. ഇതൊക്കെ എൻ്റെ ആദ്യ കാലങ്ങളിലാണ്. സ്പൂണും ഫോർക്കും വെച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സ്പൂണും ഫോർക്കൊന്നും ഉപയോഗിച്ച് എനിക്കറിയില്ല. അപ്പം ഞാൻ ചിക്കനിലൊക്കെ മുട്ടം പോയി കത്തിയൊക്കെ ടിങ് ടങ് ടങ് എന്ന് കൊച്ചു. അപ്പം എൻ്റെ അടുത്തിരുന്ന് ദുബായ് കമ്പനിൽ അവർ പറഞ്ഞു സൗണ്ട് കേൾക്കരുത്, അത് ശരിയല്ലെന്ന്. അതെനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ അന്ന് തീരുമാനിച്ചാണ് എൻ്റെ മക്കളെന്ന് സ്പൂണും ഫോർക്കും വെച്ചൊക്കെ പഠിക്കും. ജീവിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പറഞ്ഞു പോയി പഠിച്ചതാണ്. അങ്ങനെ പഠിച്ച ഇംഗ്ലീഷ് എനിക്കറിയാം. അപ്പോൾ എൻ്റെ മക്കൾക്ക് അങ്ങനെ ആകരുതെന്ന് ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ തപ്പി നടന്ന് എറണാകുളത്ത് ഒരു ഇന്റർനാഷണൽ സ്കൂളായിരുന്നു. ഞാൻ എൻ്റെ മക്കളെ 3 ഇംഗ്ലണ്ടുകാരൊക്കെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ 90 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നു. മാത്യു അങ്ങനെ പോകുന്നു. പിള്ളേരും അത്ര ദൂരം യാത്ര ചെയ്താണ് പിള്ളേർ പഠിക്കുന്നത്. പൈസ വന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെതായ ഒരു ജാട കാണിക്കാനോ അങ്ങനത്തെ ഒരു ഇപ്പോഴും ഞങ്ങൾ ആ പഴയ ശൈലി തന്നെ. എന്നാൽ ജീവിതം ആസ്വദിക്കുന്നില്ല എന്നാൽ അന്തസ്സായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ കാണുന്ന സീറ്റ് ഹോം ഫ്രഷ് ഹോം എവിടെയാണോ അതിൻ്റെ എല്ലാ അടിത്തറ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ്. ഫ്രഷ് ഹോമിന്റെ കിച്ചണിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ കേന്ദ്രങ്ങളുണ്ട്. ഇതിലൊരു ഓതറൈസ്ഡ് കേന്ദ്രമാണ്. 1994 തന്നെ പറയുമായിരുന്നു 10 വർഷം കഴിഞ്ഞ് നമ്മുടെ ലെവൽ മാറ്റിയെടുക്കണം. അപ്പൊ 1994 തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. ഹലോ നമസ്കാരം. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം. ബിഹൈൻഡ് ദ സക്സസിൽ ഇന്ന് എന്നോടൊപ്പം ഫ്രഷ് ടു ഹോം കോ ഫൗണ്ടർ മിസ്റ്റർ മാത്യു ജോസഫും അദ്ദേഹത്തിന്റെ ബെറ്റർ ഹാഫ് മിസസ് ലില്ലമ്മയാണ്. ഹലോ നമസ്കാരം. രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ചേച്ചിയും ഇവര് ഞങ്ങൾ കുറെ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതില് ഞങ്ങളെ ഏറ്റവും കൂടുതൽ എന്താ പറയാ അതിശയിപ്പിച്ച് ശരിക്കും എനിക്ക് ചേച്ചിയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മളിപ്പോ കാണുമ്പോൾ ഭയങ്കര സ്റ്റൈലൊക്കെ ആയിട്ട് ഗ്രാൻഡ് മദർ ആണ്. പക്ഷെ എന്നാലും ഇന്നൊരു ഇന്റർവ്യൂവിൽ ഞാൻ ശരിക്കും വിചാരിച്ച ഒരു സാരിയൊക്കെ ഉടുത്ത് ഞാൻ അതാണ് വൈറ്റ് ഒക്കെ ഇട്ട് വന്നത്. ഞാൻ ആ ഒരു പ്രതീക്ഷയില് വന്നപ്പോഴേ ഇവിടെ ഭയങ്കര ഷൂസ് ഒക്കെ ഇട്ട് ഭയങ്കര യോ സ്റ്റൈലിൽ സ്കാർഫൊക്കെ കെട്ടി എപ്പോഴും ഇങ്ങനെ ഭയങ്കര സ്റ്റൈലിലാണോ? സ്റ്റൈലായിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് മാത്യു. അപ്പൊ പിന്നെ സ്റ്റൈലായിട്ട് നടക്കും. എനിക്ക് വീട്ടിലങ്ങനെ നടക്കാൻ ഇഷ്ടമല്ല. പക്ഷെ അതിന് മാത്യയുടെ കൂടെ പോകുമ്പോൾ സ്റ്റൈലായിട്ട് തന്നെ പോകും. ആണോ? അതെന്താ ചേട്ടൻ എപ്പോഴും അങ്ങനെ ഒരു സാരി ഉടുത്ത് നിൽക്കുന്നത്? അത് അങ്ങനെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? എനിക്ക് മോഡേൺ ഡ്രസ് ഇഷ്ടം ഭയങ്കര. ഓക്കെ. പിന്നെ അത് മാത്രമല്ല ഇവൾക്ക് മോഡേൺ ഡ്രസ് ചേരും. ഓക്കെ. പിന്നെ പ്രായമാകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കേണ്ടത്. മനസ്സിലായി? പ്രായമാകുമ്പോ കളറാവണമെന്ന് മാറ്റി പറയും. പ്രായമാകുമ്പോ കളറാവണം. ചെറുപ്പത്തിൽ നമ്മുടെ ബോഡിയൊക്കെ അതനുസരിച്ച് നമ്മളെ ഷൈൻ ചെയ്യിച്ചോളും. പ്രായമായ പിന്നെ വേറെ അതൊന്നും നടക്കില്ല. പിന്നെ നമ്മളായിട്ട് പ്രായമായിട്ടില്ല എന്ന് നമ്മളുടെ മനസ്സിനെ നമ്മൾ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ പ്രായമായെന്നൊരു തോന്നൽ വരും. നമ്മളത് ബോധറിയേ വേണ്ട.
ശരിക്കും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും അതിനെ ജസ്റ്റ് എ നമ്പർ. ആണ്. ജസ്റ്റ് എ നമ്പർ. അല്ല എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇത്രയും വർഷമായോ, 31 വർഷം എങ്ങനെയായി? എത്ര? 31. എന്റെ വിചാരം 2 വർഷം മുമ്പ് അങ്ങോട്ട് കല്യാണം കഴിച്ചു. ഇതുപോലെ എന്റെ നടപ്പ്. ഇവളെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പുറത്ത് ടൂർ പോകുമ്പോൾ ഇവള് പറയും, അല്ലെങ്കിൽ മനുഷ്യ ഈ മൊത്തം വർഷം കൂട്ടിയാൽ നിങ്ങൾ എൻ്റെ കൂടെ മൊത്തം 2 വർഷം ഇവിടെ നിന്നതാണ്. കറക്റ്റാ. 2 വർഷം എന്റെ കൂടെ കാണുള്ളൂ. ഉണ്ടായിട്ടുള്ള ആ ഡേറ്റുകൾ എന്നെ നോക്കാൻ 2 വർഷം കാണുള്ളൂ. ബാക്കി ദിവസം നമുക്ക് എവിടെയാ? എവിടെ കടപ്പുറത്ത് മീൻ ചേച്ചി എന്താ ചേച്ചി വിളിക്കണേ? എന്നെ വിളിക്കുന്നതാ. രണ്ടുപേരും അങ്ങോട്ട് ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടാന്നാ വിളിക്കുന്നത്. കുട്ടാ കുട്ടാ കുട്ടാ. പിന്നെ ഞാൻ രഹസ്യമായിട്ട് കൊട്ടാന്ന് വിളിക്കും. ചേച്ചി ആരെ പറയണോ? നമ്മുടെ കേരളത്തിന്റെ അഭിമാന പാത്രം, ഏറ്റവും മില്യൺ, എന്താ പറയാ, ഇവിടുത്തെ കോടീശ്വരനാണ്. ആ കോടീശ്വരനെ കുറിച്ച് ഞാനിന്ന് പോന്നപ്പോഴും റെഡി നമ്മളെ കുറിച്ച് ഇച്ചിരി വിലയൊക്കെ ഉണ്ട്, നീ അത് കളയരുത് പറഞ്ഞിട്ടാ കൊണ്ടുപോകുന്നത്. എനിക്ക് പറയുമ്പോ ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ പറയാവുന്ന ഒരാള്, എല്ലാം പറയാവുന്ന, നമുക്ക് എന്തും വിളിക്കാം. അതാണ് നമ്മുടെ, അതാണ് ഞങ്ങൾ നമ്മുടെ ഒരു ബോണ്ട്. നിങ്ങൾ വിളിക്കണം വേറെ കേട്ടാ നിങ്ങൾ ഇതൊക്കെ നിർത്തി പോകും. ശരിക്കും ബ്ലെസ്ഡ് ആണ്. അത്രയും നല്ല 31 years ആയിട്ടും സ്റ്റിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ശരിക്കും ആ ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ ഒരു ജീവിതത്തിലെ ഒരു വിജയത്തിന്റെ പിന്നിലും ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ആ ബ്ലെസ്സിങ് ആണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. ഇപ്പോ നമ്മള് എന്താ പറയാ, വലിയൊരു സഭ അല്ലെങ്കിൽ വലിയൊരു ഓഡിയൻസ് ഇങ്ങനെ വന്നിട്ട് ഭയങ്കരമായിട്ടും മാത്യു ജോസഫ് എന്ന് പറഞ്ഞ ഒരാള് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രഷ് ടു ഹോം ഓണർ ഭയങ്കര ഇതായിട്ടൊക്കെ പറയും. ഇങ്ങനെ അത് എത്ര പേര് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. എത്രയോ പേര് അദ്ദേഹത്തെ പോലെ ആകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ആ പൂച്ചയാവുന്നത് ഞാൻ വിരലെ വിളിച്ച് ഇവിടെ എടുത്തു. ഇങ്ങനെ ഒരു ഇതിലാണ് അവിടെ പൂച്ചയായി അല്ലേ? എനിക്കത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ എന്തൊരു രസമാണ് ആ ഒരു മൊമെന്റ്. ചേട്ടൻ ഇപ്പൊ പറഞ്ഞ പോലെ ഏതൊരു, നമ്മളെ പൊതുവെ പറയുന്നതാണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു പുരുഷന്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവുമെന്ന്, ഒരു സ്ത്രീയുടെ കാര്യങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് ഇപ്പൊ തന്നെ ചേട്ടൻ അത് സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാലും ചേച്ചിയുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളമാണ് ചേട്ടൻ ഇന്നിപ്പോ നേടിയെടുത്ത ഈ ഒരു വലിയൊരു ലോകത്ത്? ഇന്ന് നമ്മൾ കാണുന്ന ഫ്രഷ് ടു ഹോം ഉണ്ടല്ലോ, ഫ്രഷ് ടു ഹോം ഉണ്ടായത് സീറ്റ് ഹോം എന്നൊരു കമ്പനിയിൽ നിന്നാണ്. ആ സീറ്റ് ഹോം ഉണ്ടാകാൻ കാരണം ഇവളാണ്. അതായത് അത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മീൻ ബിസിനസ്സാണ്. ഞങ്ങൾ മീൻ ബിസിനസ് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആരാണ്? ഞങ്ങളെല്ലാവരും ഒരു സീ ഫുഡ് എക്സ്പോർട്ടറാണ് അല്ലേ? അത് ഒരു ലെവൽ വേറെയാണ്. ആ ഒരു സീ ഫുഡ് എക്സ്പോർട്ടർ ആയിരിക്കുമ്പോഴാണ് 2008 അമേരിക്കയ്ക്ക് ബാങ്കുകൾ പൊട്ടിയുള്ളൊരു റെസിഷൻ വരുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധി വന്നു. 2 വർഷം കൊണ്ട് ആ കഴിഞ്ഞ 10 വർഷം ഞാൻ നേടിയത് ഉണ്ടാക്കിയത് മുഴുവൻ തീർന്നു. ഇവളെല്ലാ ദിവസവും ഇവർക്കറിയാലോ, ഇവളിങ്ങനെ അറിയുന്നുണ്ടോ, അത് വിൽക്കുന്നു, ഇത് വിൽക്കുന്നു, അന്ന് വിൽക്കുന്നു, കാറ് വിൽക്കുന്നു, ലോറി വിൽക്കുന്നു. എനിക്ക് വലിയ ലോറികളൊക്കെ ഉണ്ട് അതിൽ, ഐലൻഡിൻ്റെ. അതൊക്കെ ഞങ്ങൾ വിറ്റു. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന വീടും പറമ്പും മാത്രമായൊരു രാത്രിയിൽ അത്താഴത്തിന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത് എന്ന് ഞാൻ ഇവരോട് പറയുവാണ്. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ $5 ഇന്ന് വാങ്ങും, പക്ഷേ അവിടെ എല്ലാ ദിവസവും വില കുറയുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഒരു $4 ആക്കും. പക്ഷെ നമ്മൾ ഫ്രഷ് ആണെന്ന് കയറ്റുന്നത്. നമുക്കിവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അത് കയറ്റിവിട്ടേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നമ്മളുടെ ബിസിനസ്സുകാരെ നിലനിർത്തുകയും വേണമല്ലോ നമ്മുടെ ക്ലയൻറ്റിനെ. കൊടുക്കാതിരിക്കാനും പറ്റിയില്ല, പണി നിർത്താനും പറ്റിയില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അന്ന് ഇന്ത്യയിൽ ഈ റെസിഷൻ ഒന്നും ബാധിച്ചിട്ടില്ല. ഇന്ത്യൻ സാമ്പത്തിക നിലയ്ക്ക് ഒരു മാറ്റവും ഇല്ല. ഇവിടെ 1 കിലോ നെയ്മീൻ 300 ആയിരുന്നത് 310 ആകുന്നതല്ലാതെ 290 ആകുന്നില്ല. പക്ഷെ നമ്മൾ വിൽക്കുന്ന രാജ്യങ്ങളിലെല്ലാം അത് 290ലേക്കും 250ലേക്കും താന്നുകൊണ്ടേ ഇരിക്കുവാണ്. അന്ന് ഞങ്ങൾ അത്താഴം കഴിച്ചൊരു ഞങ്ങളുടെ അത്താഴം മേശയിൽ നിങ്ങൾ ചോദിച്ചേ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ വില കൂടിയ രാജ്യത്ത് നിന്ന് എടുത്ത് വില കുറഞ്ഞ രാജ്യത്തേക്ക് കൊടുക്കുന്നത്? നമുക്ക് ഈ വില കൂടിയ മാർക്കറ്റിൽ തന്നെ വിറ്റാൽ പോരെ? എക്സ്പോർട്ടിങ് വേണ്ട. അപ്പോൾ ഞാനിത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ കാണുന്ന സീറ്റ് ഹോം ഫ്രഷ് ഹോം എവിടെയാണോ അതിൻ്റെ എല്ലാ അടിത്തറ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ്. ബ്യൂട്ടിഫുൾ. ശരിക്കും എന്തൊരു വലിയൊരു തോട്ടാണത് അല്ലേ? എന്തൊരു, അപ്പൊ ശരിക്കും ബിസിനസ്സിനകത്തേക്കൊക്കെ ഒന്ന് ഇറക്കിയിരുന്നെങ്കിൽ. ആദ്യം നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നു ഞാൻ ചെയ്തിരുന്നൊക്കെ. പിന്നെ എന്തുകൊണ്ട് പിന്നെ ഒരുമിച്ചല്ലാതെ സീറ്റ് ഹോം തുടങ്ങിയപ്പോഴേ ഈ മീനുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് നമ്മൾ കറിക്കട്ട്, ഫ്രൈ ചെയ്യാനുള്ളത്, ഫില്ലറ്റ്, അങ്ങനെ പലതരം കട്ടുകൾ കൊടുക്കുന്നുണ്ട്. ആ കട്ടുകൾ എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിച്ചിരുന്ന ഇവിടെ. എനിക്കറിയില്ലല്ലോ അതിൻ്റെ കറിക്കട്ട് എങ്ങനെ വേണം, തലയുടെ ഭാഗം എങ്ങനെ കട്ട് ചെയ്യണം, വാലിൻ്റെ ഭാഗം എങ്ങനെ കട്ട് ചെയ്യണം, അല്ലെ എങ്ങനെ ചെയ്യണം, ഏത് സൈസായിരിക്കണം, ഏത് വലിപ്പമായിരിക്കണം, അങ്ങനെ എല്ലാം കൺട്രോൾ ചെയ്തിരുന്ന ഇവിടെ. ഇപ്പോഴും ഞങ്ങളുടെ കമ്പനി ഏകദേശം ആ ഒരു സ്റ്റൈലിൽ തന്നെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു.
പിന്നെ ഞങ്ങൾ ഫ്രഷ് ഹോമായി നമുക്ക് വേറെ ടീമും കാര്യങ്ങളും വന്ന് കമ്പനിയുടെ ഒരു സ്വഭാവവും മുഖമൊക്കെ മാറിയപ്പോഴാണ് ഇവള് വീട്ടിലേക്ക് മാറി വീണ്ടും പഴയ വീട്ടമ്മയെ മാറിയത്. സീറ്റ് ഹോമിൽ ഇവളായിരുന്നു എൻ്റെ ഇപ്പോഴും അടിസ്ഥാനപരമായി. ഇപ്പോൾ സീറ്റ് ഹോം ഉണ്ടാക്കിയ വെബ്സൈറ്റിനെ വലുതാക്കിയാണ് ഫ്രഷ് ഹോം കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ മാതിരി സീറ്റ് ഹോം ഉണ്ടാക്കിയ ഒരു കട്ടിംഗ് സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ സ്കെയിലിംഗിന്റെ ഏരിയയിലെല്ലാം ചേച്ചിയുടെ ഇൻവോൾവ്മെന്റ് ശരിക്കും ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇപ്പം അതിനകത്തൊന്നും ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല. ഇപ്പൊ ആക്റ്റീവായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മള് ബാംഗ്ലൂരിലെ മാരിനേറ്റഡ് ഐറ്റംസിന്റെ ടേസ്റ്റ് നോക്കുന്നത്. ടേസ്റ്റ് നോക്കാൻ ആദ്യം തരുന്ന ഞങ്ങൾക്കാണ്, എനിക്കാണ്. അപ്പൊ ഞാൻ കഴിച്ചു നോക്കും എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് പറയും. അപ്പൊ അവിടെ വീട്ടില് ഈ കുട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്രൂവ് ചെയ്താൽ മാത്രമാണ് അത് ലോകം ആ രുചി അറിയുന്നുള്ളൂ. അല്ലാത്ത പക്ഷേ ഫ്രഷ് ഹോമിന്റെ കിച്ചണിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ കേന്ദ്രങ്ങളുണ്ട്. അതിലൊരു ഓതറൈസ്ഡ് കേന്ദ്രമാണിത്. ഫസ്റ്റ് ഓതറൈസ്ഡ് കേന്ദ്രമാണ് ഇവിടെ. അപ്പൊ അവിടെ ഞങ്ങളുടെ ഷെഫിനോട് അവള് പറയും അതിൽ എരിവ് ഇത്തിരി കൂടുതലാണ്, മുളക് പൊടിയുടെ ചുവ വരുന്നുണ്ട്, ഉപ്പ് കുറവാണ് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ അവൾക്കൊരു ഫോം ഉണ്ട്. ആ ഫോമിലൊക്കെ എഴുതി കൊടുക്കും. നമുക്ക് ഈ ഓതറൈസ്ഡ് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഇതങ്ങ് തുടങ്ങാം. പേര് തന്നെയാണ് ഏറ്റവും വലിയൊരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ലില്ലമ്മ. ലീലാമ്മ നമ്മൾ എല്ലാരും കുറെ കേട്ടിരിക്കുന്ന ഒരു പേരാണ്. ലില്ലമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ വേറൊരാൾക്ക് കേട്ടിട്ടില്ല. സാറും വേറെ ആർക്കും കേട്ടിട്ടുണ്ടാവില്ല. ആർക്കും കേട്ടിട്ടില്ല. കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് പേര് പറയാൻ ഞാൻ തന്നെ കുറെ ആളും പഠിച്ചിട്ട് ട്രെയിനിങ് ചെയ്തിട്ട് എനിക്ക് സങ്കടം. എന്റെ പേര് ആരും കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യത്തില്ല. ആണോ? എങ്ങനെയൊക്കെയാണ് എല്ലാവരും ലൈലാമ്മ, ലീലാമ്മ, അങ്ങനെ പലത് വിളിക്കും. അപ്പൊ പിന്നെ വളരെ സ്നേഹമുള്ളവർ എന്നെ വിളിക്കും ലലനാമണി എന്ന് വിളിക്കും, ലില്ലുമണി എന്ന് വിളിക്കും. ചോദിച്ചാൽ എന്നെ വിളിക്കുന്നത് പിന്നെ ലില്ലു എന്ന് വിളിക്കും. ഇടയ്ക്കൊക്കെ ലില്ലു എന്ന് വിളിക്കും. നാളെ മിക്കവാറും വിളിക്കുന്നത് ലില്ലു എന്ന് വിളിക്കും. പിന്നെ എന്റെ അനിയത്തിമാരൊക്കെ എന്നെ ലില്ലു മണി എന്ന് വിളിക്കും. ദേഷ്യം വരുമ്പോ എല്ലുപൊടി എന്ന് വിളിക്കും. അത് ശരി. അങ്ങനെ എന്റെ പേര് തന്നെ എനിക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്റെ പേരായിരുന്നു. അമ്മ ചോദിച്ചിട്ടുണ്ടാവില്ല വെറൈറ്റി നെയിം, അതും അന്ധകാലത്ത് അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ എവിടുന്ന് അവർക്ക് കിട്ടി ഇങ്ങനത്തെ ഒരു പേരെന്നുള്ളത്? അവര് പറഞ്ഞ മാതാവിന്റെ പേരാന്നാ പറഞ്ഞത്. പക്ഷെ നമുക്ക് ആ പേരിനകത്ത് പറയുമ്പോ ഉണ്ടെങ്കിലേ വേറൊരാൾക്ക് ഇല്ലാത്ത പേര് എന്ന് പറയുമ്പോ ഉള്ളൊരു യൂണിക്നെസ്. ഇപ്പൊ എന്റെ പേരിനെ എനിക്ക് ഇഷ്ടം. ഞാൻ ഗ്രാൻഡ് മദർ ഒക്കെ ആയില്ലേ. അപ്പൊ ഇല്ലമ്മ എന്നൊക്കെ വിളിക്കുമ്പോ ഒരു കൊച്ചു പേര് വിളിക്കുന്നതിനെക്കാട്ടി എനിക്ക് ഇഷ്ടം ആ പേര് വിളിക്കാൻ എനിക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. ഗ്രാൻഡ് മദർ അല്ലേ, 2 കുട്ടികളെ ഗ്രാൻഡ് മദർ ഒക്കെ ആകുമ്പോ നമുക്കൊരു ആ ഒരു പേര് മൊത്തത്തിലൊരു സ്റ്റൈലിഷ് ആ ഒരു കാര്യത്തിൽ എപ്പോഴും അഹങ്കരിക്കാൻ പറ്റും. അപ്പൊ എവിടെ നിന്നാണ് ഇങ്ങനത്തെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരാളെ എങ്ങനെ കണ്ടുപിടിച്ചു? ഞാനിങ്ങനെ പെണ്ണാലോചിച്ച് നടക്കുന്ന സമയം കല്യാണം. അപ്പൊ എന്റെ പെങ്ങളും എന്റെ അനുജത്തിയുണ്ട്. ഞങ്ങൾ 3 ആൺകുട്ടികളും ഇളയൊരു പെങ്ങളും. അവളുടെ കൂടെ എന്റെ ചിറ്റപ്പന്റെ മോള് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു ക്ലാസ്സിൽ എന്റെ ചേട്ടന് കല്യാണം ആലോചിക്കുന്നു. അപ്പൊ എന്റെ ചിറ്റപ്പന്റെ മോക്കും വല്യപ്പന്റെ മോക്കും കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് അവര് തന്നെ പറഞ്ഞു. കൂടാതെ എന്റെ ബ്രദറും എന്റെ അനിയത്തി ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു കോളേജിൽ. അപ്പൊ അവരും അങ്ങോട്ടും കൊണ്ട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കാണാൻ പോയത്. കാണാൻ അങ്ങോട്ട് ചെന്നപ്പോഴാണ് മനസ്സിലാകണത് ഇവരുടെ വീട്ടിലേക്ക് ഇട്ടേക്കണ റോഡ് ഞാൻ ഇട്ട് കൊടുത്ത റോഡായിരുന്നു. സത്യം വഴി ഒരുക്കിയിട്ട് എന്നെ പെണ്ണ് കാണാൻ വന്നത്, അതും വർഷങ്ങൾക്ക് മുമ്പ്. അന്നറിഞ്ഞില്ല. ഇല്ല, അറിഞ്ഞില്ല. ഞങ്ങളുടെ വീട്ടിൽ അന്ന് കപ്പയും മീനൊക്കെ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തത് അന്നും അറിഞ്ഞില്ല. കോൺട്രാക്ടറല്ല, ഞാൻ കോളേജ് പഠിക്കുമ്പോൾ NSS ഉണ്ട്, നാഷണൽ സർവീസ് സ്കീം. ആ വർഷത്തെ ഓണത്തിന് നാഷണൽ സർവീസ് സ്കീമിന്റെ ക്യാമ്പുണ്ട് കോളേജിൽ. ആ ക്യാമ്പിൽ ഒരു റോഡ് ഇടാനാണെന്ന് തീരുമാനിച്ചത്. അപ്പൊ ഞങ്ങൾ രാവിലെ കോളേജിൽ ചെല്ലും. കോളേജിൽ നിന്ന് മമ്മട്ടിയും കോട്ടയൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി പോകും. ചേർത്തല ചെന്ന ഒരു സ്ഥലത്ത് റോഡ് ഇട്ട് കൊടുത്തു. അപ്പോൾ അയലോക്കത്തുള്ള ചിലരും മതിൽ പൊളിക്കല, വെയിൽ പൊളിക്കല, അതൊക്കെ ഞങ്ങൾ പിള്ളേരല്ലേ, ഞങ്ങളിന്ന് വെയിലും പൊളിച്ച് മതിലും പൊളിച്ച് റോഡൊക്കെ ഇട്ട് കൊടുത്ത്. പെണ്ണ് കാണാൻ ചെന്ന് ഞാൻ റോട്ടിലേക്ക് കയറിയപ്പോൾ ഞാനും എൻ്റെ അമ്മാവനുണ്ട്, എൻ്റെ അങ്കിൾ ഒരു അധ്യാപകനാണ്. ചാച്ചന്ന് ഞാൻ വിളിച്ചു. ചാച്ച ഇത് ഞാൻ ഇട്ട റോഡാണല്ലോ എന്ന് പറഞ്ഞ്, ഞങ്ങൾ വന്നിട്ട് റോഡാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് അതേ റോഡ് തന്നെ. അങ്ങനെ റോഡ് ഇട്ട് കൊടുത്തിട്ട് ചെന്ന് പിന്നെ എങ്ങനെ ഞാൻ കല്യാണം കഴിക്കാൻ എന്നെ സമ്മതിക്കാൻ? പക്ഷെ പിന്നീട് പോകെ ഈ 31 ഇയേഴ്സില് എപ്പോഴെങ്കിലും ഒക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ ഞാൻ എന്തിനാണോ അങ്ങോട്ട് റോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവുക? അങ്ങനെ ആളുകൾ പറയില്ലേ? അങ്ങനെ പറയാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കത്തില്ല. അതാണ്. അപ്പൊ നമ്മള് ഈ പെണ്ണ് കാണാനൊക്കെ വന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അപ്പം അതിനുമുമ്പ് ഇവക്ക് തന്നെ അറിയായിരുന്നു. അതാ ഞാൻ പറയാൻ എന്റെ വായിന്ന് പോയത്. അതാ പെണ്ണുകാണാൻ ഇങ്ങനെ വന്നപ്പോ അയ്യോ ഇത് അയാളല്ലേ. അന്ന് കഴിഞ്ഞ മാസം അപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ മങ്കുടിക്കുരി പിതാവ് മരിച്ചു പോയതിന്റെ ഒരു അനുസ്മരണ യോഗം നടത്തിയായിരുന്നു.
അപ്പൊ പള്ളിപ്പുറത്തിനെ പ്രതികരിച്ചായിരുന്നു ചേച്ചി അല്ല വന്നത്. ഞാൻ എറണാകുളം CLC എന്നൊരു സംഘടനയാണ് ഞങ്ങളുടെ പള്ളിയിൽ. അതിൽ ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പൊ വൈസ് ഞങ്ങൾ ഓഡിയൻസ് ആണല്ലോ, ഓഡിയൻസിൽ ഞങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തൊരു മനുഷ്യനും കൂടിയായിരുന്നു. പക്ഷെ നന്നായിട്ട് പ്രസംഗിക്കുന്നു, നല്ല സ്റ്റാറാ. നല്ല ഒരേ ഇടവകയാണ്. സംസാരം. അല്ലല്ല, രണ്ട് ഇടവയും 2 ഫൊറോനയാ. രണ്ട് കൊറോനയാ. ഞാൻ പള്ളിപ്പുറം അപ്പൊ ഫൊറോന, നന്നായിട്ട് സംസാരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തു. ആ മനുഷ്യൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴത്തേക്ക് ഫ്ലാറ്റായി. ഹീറോ ആയിരുന്നു അപ്പൊ. ഞാൻ ഒറ്റോടെ തന്നെ ഇഷ്ടപ്പെട്ടു. എനിക്ക് അപ്പൊ ഫസ്റ്റ് പ്രപ്പോസൽ ആയിരുന്നോ? അല്ല 2-3 പേര് വന്നായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഞങ്ങളുടെ ചാച്ചനാണ് ആദ്യം എല്ലാം കണ്ട് എല്ലാം റെഡിയാക്കണം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ വീട്ടിലേക്ക് വരുത്തിക്കുള്ളൂ. ഓക്കെ. ഇപ്പൊ വീട്ടിലേക്ക് വന്ന 2-ാമത്തെ 3-ാമത്തെ ആളാമറ്റായിരുന്നു. അപ്പൊ ഫസ്റ്റ് കണ്ടതേ ഹീറോ. അല്ല അത് മാത്രല്ലേ, അന്ന് ഞാൻ നല്ല ഗ്ലാമർ ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പൊ ഇപ്പൊ ഇപ്പോഴും ഭംഗിയാണ്. എന്നാലും അന്ന് നല്ല ശരിക്കും പറഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് നടന്നു വരണമെങ്കിൽ കുറച്ച് നടന്നു വരണം. അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വരുന്ന ആ ആളുകളെയൊക്കെ ഞങ്ങളുടെ അയൽവക്കത്തുകാർ കാണും. അപ്പൊ അയൽവക്കത്തുള്ളവർ പറയും, ആരെങ്കിലും വന്ന് പറയും, എന്റെ ചാച്ചന്റെ പേര് ബേബിച്ചാ അത് വേണ്ട, ആ കൊച്ചിന് വേണ്ട, ആ കൊച്ചിന്റെ അച്ഛനെ നമുക്ക് വേണ്ടാന്ന് ചോദിച്ചാൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാവരും കൂടെ വന്നിട്ടും പറയുക, ഓ ഇത് മതി ഈ പയ്യൻ മതി കേട്ടാ. ഫുൾ ഫാൻസ് അപ്പൊ നടന്നു വന്നപ്പോഴേ അവര് പറഞ്ഞേ കമലഹാസൻ വരുന്ന പോലെ ഇരിക്കുന്നു. ആ കമലഹാസനാണ് ഇവിടെ ഇറക്കി മൊരിഞ്ഞ റൊട്ടീന്ന് ഞാൻ വിളിക്കുകയാണെങ്കിൽ കാലത്തിന്റെ ഒരു പോക്ക്. അപ്പൊ ചോദിച്ചാൽ പഴയ ഫോട്ടോ ഒക്കെ ഞാൻ വീട്ടിൽ വന്ന് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒക്കെ അതിനകത്ത് കമലഹാസനെ പോലെ തന്നെ മുടിക്ക് ഇത്രയും അപ്പൊ ചേട്ടൻ പറയും, ഞാൻ മൊരിഞ്ഞ റൊട്ടി ആയെങ്കിലും നിന്റെ കൂടെ കൂടിയിട്ടാണ്. പണ്ട് ഞാൻ കമൽഹാസൻ അത് തന്നെ പാവം അലച്ചിൽ കൊണ്ടൊക്കെ ഇങ്ങനെ ആയിപ്പോയതായിരിക്കും, കഷ്ടപ്പാട് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതായിരിക്കും. എന്റെ അമ്മച്ചി പറഞ്ഞ ഞാൻ നല്ല വെളുത്ത കൊച്ചായിരുന്നു, നീ രാവിലെ തൊട്ട് വൈകുന്നേരം ഈ കൊമ്പും കോലുമായിട്ടാണ് നീ കറുത്തു പോയെന്ന് പറഞ്ഞു. ക്രിക്കറ്റ് കളിക്കാൻ പോണേ, ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും അതായിരുന്നു പണി പണ്ട്. സ്പോർട്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതിന്റെ പുറകെ പോകുമ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോളേജ് ഗ്രൗണ്ട് NSS കോളേജ് എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ അടുത്താ. അപ്പൊ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഞങ്ങൾ പോയി കളിക്കുന്നത് കോളേജ് ഗ്രൗണ്ടിലാണ്, വെയിലല്ലേ മൊത്തം. പിന്നെ ഒരു ഫുട്ബോൾ ക്ലബ്ബും ഉണ്ട്, വൈകുന്നേരം അവിടെ പോകും. അപ്പൊ നീ അങ്ങനെയാണ് നീ കറുത്തു പോയെന്നാണ് എന്റെ അമ്മച്ചി എപ്പോഴും പറയും, നല്ല പോകുമ്പോഴും പോലെ ഇരുന്ന കൊച്ചാന്ന് പറഞ്ഞു. എന്റെ മോളെ നിന്റെ കയ്യിൽ എന്റെ ഫോൺ കണ്ടോ, എന്റെ കൈ വരെ കറുത്തിരിക്കുവാ. ടീനേജും ഇവര് ചെറിയ പിള്ളേരായിരിക്കുമ്പോഴേ ഒരു ടീം കുറെ പിള്ളേരുണ്ട് ഞങ്ങളുടെ നാട്ടിലെ. ഇവരെല്ലാം കൂടെ കളിക്കാൻ പോയി അവിടെ ക്ലബ്ബുകൾ, ദീപാന്നൊരു ക്ലബ്ബ് ജോച്ചാനൊക്കെ ഉണ്ടാക്കിയതാ, ദീപാന്ന് ഫുട്ബോൾ ക്ലബ്ബൊക്കെ അവിടെ. എന്നിട്ട് വേറെ ടീമിന് മത്സരിക്കാൻ പോകല്, വേറെ നാട്ടിൽ കളിക്കാൻ പോകല്, അവിടുന്ന് മറ്റേ വാഴക്കൊലയൊക്കെ സമ്മാനം കിട്ടില്ല, അത് മുഴുവൻ തിന്നു തീർക്കല്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഹീറോ, ഒരു നായകൻ നമ്മുടെ വീട്ടിലേക്ക് എത്തി, നായകനെ കല്യാണം കഴിച്ചോണ്ടങ്ങ് പോകുന്നു. അപ്പൊ ആ ഹീറോ ഇമേജ് ഫുൾ ടൈം ഫാമിലിയിൽ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അല്ല അങ്ങനെയല്ല, നമ്മള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമുക്കൊരു സ്വപ്നങ്ങളുണ്ടല്ലോ. അപ്പം പൈൻ മരങ്ങളുടെ ചുവട്ടിൽ ഇങ്ങനെ കൈവിരൽ കോർത്ത് നടക്കണൊക്കെയാണ് എന്റെ മനസ്സിരുന്നത്. അതൊക്കെയാണ് എന്റെ സ്വപ്നങ്ങൾ. എന്റെ സ്വപ്നം ഇതൊക്കെയായിരുന്നു. നമ്മള് സിനിമയെ കാണുന്നതാണല്ലോ. അപ്പൊ നമ്മൾ ടീനേജ് മുതൽ ഇങ്ങനെ എന്റെ അമ്മച്ചി പറഞ്ഞു തരും. ടീനേജ് കഴിഞ്ഞപ്പോൾ മുതൽ ഒരു കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയത്ത് തന്നെ എന്റെ അമ്മച്ചനും അമ്മയും പറഞ്ഞു തരുമായിരുന്നു, മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം, നല്ല ചെറുക്കനെ കിട്ടാൻ പ്രാർത്ഥിക്കണം. അപ്പൊ ആരും മടത്തി പോകാനൊന്നും ആരും പറഞ്ഞില്ല, കാരണം ഞങ്ങളത് പ്രാർത്ഥിച്ചില്ല. എല്ലാവരും പറഞ്ഞ കല്യാണം കഴിക്കാൻ തന്നെ പ്രാർത്ഥിച്ചാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കും മാതാവിനോട് എപ്പോഴും. ഞങ്ങളുടെ പള്ളി പിന്നെ മുട്ടത്ത് പള്ളി മാതാവിന്റെ വിവാഹ തിരുനാളാണ്. അപ്പൊ അതിന്റെ പ്രദർശനം പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുവാണെങ്കിൽ നല്ല പയ്യനെ കിട്ടും, അല്ലെങ്കിൽ പയ്യന്മാർക്കാണ് നല്ല പെണ്ണുങ്ങളെ കിട്ടും എന്നാണ് ഞങ്ങളുടെ എല്ലാവരും കിട്ടിയിട്ടുമുണ്ട് ഒത്തിരി പേർക്ക്. അപ്പൊ ഞങ്ങൾ പ്രദർശനം നടക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും, അടുത്ത ലൈനിൽ ഞങ്ങൾ നോക്കുകയും ചെയ്യും ഞങ്ങളുടെ നായകന്മാരുടെ അടുത്ത് ഉണ്ടോ. പക്ഷെ എല്ലാം ഞങ്ങൾക്ക് പറ്റിയ നായകന്മാര് അടുത്ത ലൈനിലുണ്ടോന്ന് ഞങ്ങൾ നോക്കും. ഈ ലൈൻ പെണ്ണുങ്ങളുടെ പോകുമ്പോ ഈ ലൈൻ ആണുങ്ങളുടെ വരും ഒരു സ്ഥലത്ത് വരുമ്പോ. അപ്പൊ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല ആരെയും, ഇല്ല. അന്ന് പ്രാർത്ഥിച്ചു വന്ന് ചോദിച്ചാൽ വന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ഇതാ പ്രസംഗം പറഞ്ഞ മനുഷ്യനല്ലേ, ഇത് പെണ്ണ് കാണാൻ വരുവാണോ എന്നെ. അപ്പൊ അത് നിങ്ങൾ തമ്മിൽ അന്ന് ഇങ്ങനെ നിങ്ങളെ സംസാരിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നോ കാരണന്മാരെ? അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമ്മുടെ വീട്ടിലേക്ക്. നമ്മള് എവിടെയെങ്കിലും പോകുമ്പോ തന്നെ പറഞ്ഞ ആരുടെങ്കിലും ക്രിക്കറ്റ് നോക്കിയാൽ മുട്ടുകാലം വലിയ ഓടിക്കുന്ന ചാച്ചൻ വിടണം തന്നെ. അപ്പൊ പിന്നെ അതൊക്കെ നമുക്ക് പേടിയുള്ള കാര്യങ്ങളാ. ആദ്യം കല്യാണത്തിന് ഒന്നുപോയി കണ്ടു, എന്നിട്ട് ഞാനിങ്ങനെ വേണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് നടക്കുവാണ്. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് ടൂ വീലറെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി അവൾ ഒന്നുകൂടി കാണണമെന്ന് തോന്നി. അപ്പൊ എന്റെ ഒരു ചേട്ടൻ വഴിയാണ് പോയത്. ചേട്ടൻ ആദ്യം കാണുന്ന പെണ്ണാണോ? അല്ല, ഞാൻ മൂന്നാമത് കാണുന്നത്. ചേട്ടൻ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ചേട്ടനെ വിളിച്ചു പറഞ്ഞേ, ചേട്ടാ എനിക്ക് ആ കൊച്ചിനെ ഒന്നുകൂടി കാണുന്നു. അതെങ്ങനെയാടാ, ഒരു പെണ്ണ് കാണാൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി കാണുന്നു, അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, അങ്ങനെ നടക്കും. ചേട്ടൻ പറയും എനിക്കൊന്നുകൂടി കാണുമെന്ന്. എന്തായാലും പുള്ളി പറഞ്ഞ് അന്ന് ശരിയെന്ന് പറഞ്ഞു. പിന്നല്ല, എന്നിട്ട് എന്റെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. എന്റെ അയൽവക്കത്തുകാരൊക്കെ ഇങ്ങനെ നിൽക്കുമല്ലേ. അപ്പൊ രണ്ടാമത് വരുമ്പോ എന്താ പ്രശ്നം അയൽവക്കത്തുകാരൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ. അവരെല്ലാരും പറഞ്ഞ് ഈ ചെറുക്കനെ മതിയെന്ന് പറയുകയും ചെയ്തു. പിന്നെ എന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ വെച്ച് കാണിച്ചു.
ഒന്നുകൂടെ കണ്ട് അപ്പൊ മാത്യു എന്നെ കണ്ട് എനിക്ക് പണ്ടേ ഇഷ്ടപ്പെട്ടിരിക്കുവാണല്ലോ പറഞ്ഞാൽ മതി. അപ്പൊ എന്നോട് പറഞ്ഞ് എന്നാലും ചിറ്റപ്പനും ചാച്ചനൊക്കെ നോക്കിയിരിക്കുവാ ഞാൻ എന്ത് പറയുന്നത് എന്താണെന്നൊക്കെ നമ്മൾ ഭയങ്കര ഒരു നോട്ടാ. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അപ്പൊ എന്നോട് മാത്യു അവിടുത്തെ സോഫയുടെ അരി ഇവിടെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നില്ല, ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നു. ഇന്ന് പിള്ളേർക്ക് വീഡിയോ കണ്ട് അപ്പൊ ഞാൻ എന്റെ സ്വപ്നം വെച്ചാൽ ഈ പൈൻമരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ കൈവിരൽ പുറത്ത് നടക്കണം അങ്ങനെ സിനിമയിലൊക്കെ കണ്ടത്. അതൊക്കെ എന്റെ മനസ്സിരിക്കുന്നത്. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അപ്പോൾ കല്യാണം അപ്പൊ ഇങ്ങനെ പെണ്ണുകളെല്ലാം കഴിഞ്ഞാലും ചടങ്ങ് കഴിഞ്ഞല്ലോ. അപ്പൊ ജൂലൈ 3 പെണ്ണ് കണ്ട് ഓഗസ്റ്റ് 21 കല്യാണം ഉറപ്പിച്ചു. ഒക്ടോബർ 9 മനസ്സമ്മതം നടത്തി. ഒക്ടോബർ 23 കല്യാണം നടത്തി. അപ്പൊ കല്യാണം കഴിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് എന്റെ വിചാരം ഭയങ്കര രസമായിരിക്കും അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് 2 ദിവസം കഴിഞ്ഞപ്പം മാത്യുവിന് അല്ല എപ്പോഴും കോള് വരും. അന്ന് ലാൻഡ് ഫോണുകൾ കോള് വരും. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്ത് മീനുണ്ട് ചരക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടിയൊക്കെ അടിക്കാൻ പറയും. ഞാനേ ഉടനെ വരാം, എനിക്ക് ഒരു എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ വിശാഖപട്ടണത്തെ ചരക്ക് വീണിട്ടുണ്ട്. ചരക്ക് വീണെന്നൊക്കെ ഞാൻ ആദ്യം കേൾക്കോ ചരക്ക് വീണം എവിടെ വീണെന്ന് എന്ത് ചരക്ക് വീണെന്നാ പറഞ്ഞാൽ എനിക്ക് അറിയാമല്ലോ എന്നാന്ന്. അപ്പൊ വിശാഖപട്ടണത്ത് പോകാൻ പോയി. അപ്പൊ ഡ്രസ്സ് എല്ലാം അടുക്കി പെറുക്കി പോയല്ലോ. അപ്പൊ കല്യാണ ആൽബം കിട്ടിയിട്ടില്ല, നമുക്ക് മൊബൈൽ ഫോണിൽ അതിന് ഫോട്ടോ ഇല്ല. 14 ദിവസം കഴിയുമ്പോൾ ഈ മനുഷ്യന്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് പോയി, അറിയാൻ മറന്നുപോയി. അപ്പൊ 14 ദിവസം കഴിഞ്ഞപ്പോ മാറ്റി വരുവാ, പെട്ടിക്കായിട്ട് വരുവാ. ഓ ചക്കര കുട്ടാനൊക്കെ വരുവാ, മീന്റെ മണം കൊണ്ട് വരാം. പെട്ടി അങ്ങ് തുറന്നപ്പോ എന്റെ വിചാരം പെട്ടിക്കത് കുറെ ഗിഫ്റ്റൊക്കെ. പെട്ടി തുറന്നപ്പോ മീന്റെ മണമുള്ള കുറെ ഡ്രസ്സ്. അപ്പൊ എന്റെ പൈൻമരങ്ങൾ ഒടിഞ്ഞു വീണു. അത് കഴിഞ്ഞപ്പോ ചോദിച്ചാൽ പാവായ കാരണം എന്നോട് പറഞ്ഞത് നമുക്ക് എന്നാ നന്നാ എന്റെ ജോലി ഇതാണ്, പക്ഷെ നമുക്ക് ഇത് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ഭയങ്കര ഗ്രീൻ ലൈറ്റ് ആക്കണം. അപ്പം ഇതാണ് നമ്മുടെ ജോലി. അപ്പൊ പലപ്പോഴും എനിക്കിങ്ങനെ പോകേണ്ടി വരും. കുട്ടിന് വിഷമമൊന്നുമില്ല, എനിക്ക് എന്നെ വിഷമം, എനിക്കൊരു വിഷമവും ഇല്ല, ഞാൻ എങ്ങനെ മറക്കും, എന്നെ വീട്ടിലേക്ക് റോഡ് ഇട്ട് വേണമെന്ന മനുഷ്യൻ എങ്ങനെ ഇഷ്ടമല്ലെന്ന് പറയും. അപ്പോൾ അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പിന്നെ അങ്ങനെ നമ്മൾ അങ്ങനെ പയൻമരമൊക്കെ അതൊന്നും അല്ല ജീവിതം, ഇതാണ് ജീവിതം എന്ന് എനിക്ക് മനസ്സിലായി. ഈ മീനിൻ്റെ ഷർട്ടുകൾ അലക്കുക, കൊടുക്കുക, തേക്കുക, വെറുക്കുക, അതൊക്കെ എൻ്റെ ജോലി. പിന്നെ ഭയങ്കര ഇവരുടെ വീട്ടിൽ വെച്ചാൽ ഭയങ്കര രസമാണ്. ഇവരുടെ അനിയന്മാരും ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഒരു മേശയിൽ ഇരുന്നിട്ട് പിന്നെ ഒറ്റ പാത്രത്തിൽ ഭക്ഷണമൊക്കെ ഇട്ടിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് കഴിക്കും. അപ്പൊ ഭയങ്കര രസമാണ്, ഭയങ്കര ചാച്ചനും അമ്മച്ചിയും ഇവരെല്ലാം ചേർന്ന്. അപ്പൊ എന്റെ വീട്ടിൽ അങ്ങനെ തന്നെയാണ്, നമ്മൾ ഒരുമിച്ചിരുന്ന് വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇവരെ മാറ്റിന്റെ അനിയന്മാരൊക്കെ ഭയങ്കര തമാശ പറയും. തമാശ പറഞ്ഞ് ഒച്ച ചിരിച്ച് ഭയങ്കര. അപ്പം ഞാനിതൊന്നും കേട്ടിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇങ്ങനെ. അപ്പം മാറ്റിനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇതൊക്കെ മീനിന്റെ ബിസിനസ്സാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ പോകാം, മീനിന്റെ മണമൊന്നും എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഒരു ദിവസം ഈ മാത്യു ഭയങ്കരമായിട്ട് യോഗയൊക്കെ ചെയ്യും. ഇതിന്റെ ഇടയ്ക്ക് പറയാവുന്നതാണെന്ന് ഞാൻ പറയുക, യോഗയൊക്കെ ചെയ്യും. മാത്യു 18 ദിവസം വരെ യോഗ ചെയ്യണം. ഞാൻ കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോൾ മാത്യു തലകുത്തി നിൽക്കുന്നു. മനുഷ്യൻ തലകുത്തി നിൽക്കണം, പിടിക്കാൻ പറ്റും. അപ്പൊ അമ്മച്ചി എന്നോട് പറഞ്ഞ് അവനിപ്പോ ശീർഷാസനം ചെയ്യുമായിരിക്കും, ഓടിച്ചെന്ന് പിടിക്കരുത് കിട്ടാന്ന് പറഞ്ഞു. അവരുടെ ഉളുക്കൂന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ മാറുന്നു എപ്പം ഇവരും. അപ്പൊ പറഞ്ഞു ഇതും എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുതി തലകുത്തി നിൽക്കും. ഞാനൊരു എൻ്റെ ഒരു 19-20 വയസ്സായപ്പോൾ യോഗ ചെയ്യുന്നുണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസങ്ങൾ ഇവള് കാണുമ്പോൾ ഇവളിങ്ങനെ കുറെ നേരം വാവള് എനിക്ക് താഴത്ത് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് കാണാം ഇവള് നിൽക്കുന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞ് നേരെ വന്ന് ശീർഷാസനം കഴിഞ്ഞ് കൈയൊക്കെ പൊക്കി നമ്മൾ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ഇതെന്തിനാ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ബാക്കി ഞെട്ടിപ്പിക്കുന്ന കാര്യത്തിനിടയിൽ ഒരു കാര്യം ഒന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യട്ടെ. ചേട്ടൻ അപ്പൊ 2ാമത് പെണ്ണ് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അതിനിടയിൽ എങ്ങനെ ഇപ്പൊ 3-4 പെണ്ണുങ്ങളും ചേച്ചി പറഞ്ഞ പോലെ ചുറ്റിനും എന്നും കുറെ പെണ്ണുങ്ങളെ കണ്ടോണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും എങ്ങനെയാണ് ലില്ലുമ്മ എന്ന് പറഞ്ഞൊരു കുട്ടിയിലേക്ക്, സുന്ദരിക്കുട്ടിയിലേക്ക് മാത്രം എങ്ങനെ ഫിക്സ്ഡ് ആയത്? അത് ഞാൻ ചിലപ്പോൾ ഞാനൊക്കെ ഒരു ഈശ്വരവിശ്വാസിയാണ്. നമുക്ക് ചില സമയങ്ങളിൽ ചില തോന്നലുകൾ വരും. അതെനിക്ക് ബിസിനസ്സിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ചില തോന്നലുകൾ നമുക്ക് വന്നാൽ അതാണ് ശരി. അങ്ങനെ ഞാനൊരു ദിവസം 2 വീലർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചേർത്തലയിൽ നിന്ന് അരൂരിൽ നിന്ന് ചേർത്തലയ്ക്ക് പോണ വഴി പൊന്നാമ്പളി എന്നൊരു സ്ഥലമുണ്ട്, പട്ടണക്കാട്. അവിടെയാണ് എൻ്റെ അമ്മച്ചിയോട്, ഞാൻ അവിടുത്തെ കാവിൽ സ്കൂളിൽ പഠിച്ച ആളാണ് 2 വർഷം. അതിലാ പൊന്നാമ്പളി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എനിക്ക് പെട്ടെന്ന് തോന്നി അവളെ ഒന്നൂടി കാണണമെന്ന്. വീണ്ടും കുറേ ഇതാണ് നിന്റെ പെണ്ണ്, നിനക്ക് ഒന്നൂടി കണ്ടോന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ മറ്റേ ചേട്ടനെ വിളിക്കുന്നത്. അങ്ങനെയാണോ അത് കാണാൻ പോയത്? കണ്ടോ അവിടെ വെച്ച് ഫിക്സ് ചെയ്തു. അപ്പൊ തന്നെ തീരുമാനിച്ചു ഇത് തന്നെ മതി. എനിക്ക് പൊന്നാമ്പളി ഭയങ്കര ഇഷ്ടമാണ്. പൊന്നാമ്പളിയാണത്, പൊന്ന്. അപ്പൊ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഇത്. മക്കളുടെ അടുത്തും ഇപ്പം കൊച്ചുകുട്ടികൾ വളരെ യങ്ങാണ്, അവർ കഥ കേൾക്കാറായിട്ടില്ല, ആവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരുടെ അടുത്തൊക്കെ പറയുമ്പോൾ എല്ലാവരും എന്ത് രസത്തോടെ ആയിരിക്കും അല്ലെ നിങ്ങളുടെ ലവ് സ്റ്റോറി. മക്കളെല്ലാം പറയും
വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്നെ പറയും, ഞാൻ അവരടുത്ത് ഞാൻ എപ്പോഴും ദേഷ്യപ്പെടും, അവരങ്ങനെ ശാസിക്കുകയൊക്കെ ചെയ്യും. ആദ്യം ഒന്ന് പറയാം, ആദ്യം പറയാം പിള്ളേർക്ക് അവർക്ക് നമ്മളെക്കാട്ടി ബുദ്ധിയുണ്ട്, നമ്മളെക്കാട്ടി നല്ല ഈ അവസരങ്ങളുള്ള സമയത്തല്ല പിള്ളേർ വളരുന്നത്, അവർക്ക് നമ്മളെക്കാട്ടി ബുദ്ധിയുണ്ടെന്നൊന്നും പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ കൊറേ അപ്പൊ പറയാം, ചാച്ച ഇത് ഇവിടെ നിന്ന് കിട്ടി, അങ്ങോട്ടാണല്ലേ ചോദിക്കുന്നത്, തിരിച്ചല്ല ചാച്ചന്റെ അടുത്ത്. അപ്പൊ ചാച്ച പറഞ്ഞു പെട്ടുപോയി ബൈക്ക് യാത്ര ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പൊന്നാവണിയിൽ പോയപ്പോ പെട്ടുപോയി. പൊന്നാവിളി. ഓക്കെ, എന്തായാലും സ്വീറ്റ്, വെരി സ്വീറ്റ് ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ അവിടെ നിന്നും തുടങ്ങിയ ഒരു യാത്ര. ചേച്ചി പറഞ്ഞു പെട്ടികളിൽ നിന്നും മീൻ മണം മണക്കുന്ന അവിടെ നിന്നായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പാണ് അന്ന് ഇതായിരുന്നേ പോലും അന്ന് ഇത്രയും വലിയ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള വലിയൊരു ബിസിനസ് സംരംഭത്തിലേക്ക് ഒന്നും എത്തിയിട്ടില്ല അല്ലേ? പക്ഷെ അവിടെ നിന്നും നിങ്ങൾക്കൊരു മുന്നോട്ട്, ചേട്ടന് പക്ഷെ അന്നേ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. ചേട്ടൻ അന്നേ മുന്നിൽ കണ്ടിരുന്നു, എനിക്ക് ഇവിടെ ഒരു സ്ഥലത്ത് എത്തണം, കുറേയും കൂടെ അച്ചീവ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അന്നൊന്നും നമ്മുടെ മനസ്സിലേക്ക് പോലും ഇത്തരത്തിലുള്ള ഓൺലൈനിലൂടെ നമുക്ക് ബിസിനസ് ചെയ്യാമെന്നോ അതൊന്നും ഒട്ടും തന്നെ വന്നിട്ടുള്ളൊരു സമയമല്ലല്ലോ. അന്നൊക്കെ എന്റെ മനസ്സിലുള്ളത് സീ ഫുഡ് എക്സ്പോർട്ടാണ്. ഓ, അങ്ങനെയായിരുന്നു എക്സ്പോർട്ടർ ആകണം എന്നതാണ് എന്റെ മനസ്സിലിരിക്കുന്ന സാധനം. അതാണല്ലോ അന്നത്തെ കണ്ടിട്ടുള്ള സീ ഫുഡിന്റെ ഏറ്റവും വലിയ ഫോം എന്ന് പറയുന്നത് എക്സ്പോർട്ടറാണ്. അതെ, മീൻ, എനിക്ക് പണ്ടേ മീനിനോടുള്ള ഒരു പാഷനുണ്ട്. മീനാണ് നമ്മുടെ ഒരു, അതിപ്പോഴും അത് വന്നാൽ അത് കണ്ടാൽ അങ്ങനെ ആയിപ്പോ. അപ്പൊ മീനാണോ ലില്ലമ്മയാണോ ഫസ്റ്റ്? അല്ല, മീൻ വിൽക്കാൻ വേണ്ടി ജനിച്ച മനുഷ്യൻ തന്നെയാ. എന്നറിയാവോ, ഈ ജോയിച്ചായൻ ജനിച്ച ദിവസം അവിടെ പിന്നെ ജോയിച്ചായെന്ന് വിളിക്കുമല്ലോ, അത് നമ്മള് റെസ്പെക്ട് കൊടുക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ അപ്പൊ വീട്ടിൽ മക്കളെടുത്ത് പറയുമ്പോഴും ചാച്ചെന്ന് പറയും, ജോയിച്ചായെന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം പറയുമ്പോൾ പിള്ളേരുടെ ഉപയോഗിച്ച് വർത്താനം പറയുമ്പോൾ കുട്ടാന്ന് തന്നെ വിളിക്കുന്നത്. ഓക്കെ. അപ്പം ജോയിച്ചാനെ പ്രസവിക്കാനായിട്ട് അമ്മച്ചി ഇങ്ങനെ ആശുപത്രിയിലേക്ക് പോയപ്പോ അത് ചോദിച്ചു പറഞ്ഞു, ആ മീനിന്റെ കഥ നിറയെ മീൻ കിട്ടി. പുസ്തകത്തിൽ ആദ്യമായിട്ട് എഴുതണമെന്ന് ഓർത്ത സാധനം അന്നു പറയണ്ടല്ലേ. അതായത് ഞങ്ങളൊക്കെ മീൻ പിടിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിലുള്ളവരും എൻ്റെ വീട് പോലെ ഞങ്ങളൊക്കെ കൈതപ്പുഴക്കാലിന് തീരുത്ത, ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കുറെ പേര് മീൻ വലയിട്ട് മീൻ പിടിച്ചോണ്ട് വന്ന് അത് വിറ്റ് ജീവിക്കുന്നു. അങ്ങനത്തെ ഒരു ആൾക്കാരാണ് എൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്തുള്ള ചേട്ടന്മാരും ചേച്ചിമാരും. അവരുടെ ജോലി അതാ. ഞങ്ങളെ പോലുള്ളവരൊക്കെ മീൻ പിടിക്കുന്ന ഓലയില്ലേ, നമ്മുടെ ഓല കൊണ്ടൊരു കൂടുണ്ടാക്കും. ഞങ്ങൾ പടലെന്നാ പറയണം. ഓല, പച്ച ഓല മേഞ്ഞിട്ടൊരു കൂട് പോലെ കുത്തി ഉണ്ടാക്കും. എന്നിട്ട് അതിനകത്ത് കപ്പൽമാവിൻ്റെ കമ്പും ഇതൊക്കെ വെച്ച് ഇടയ്ക്ക് കുറച്ച് ഇതൊക്കെ ഇടും, നമ്മുടെ പിണ്ണാക്കൊക്കെ ഇട്ട് അത് കായലിലേക്ക് തള്ളിയിടും. അപ്പോൾ ആ പുതിയതാണ് താഴെയല്ല. അപ്പോൾ ഒരു കരിങ്കല്ലെടുത്ത് വെച്ച് അത് താന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് പൂപ്പലൊക്കെ പിടിച്ച് പിന്നെ അത് തള്ളിയിട്ടാൽ താന്ന് വെക്കോളും. എന്നിട്ട് അതിൻ്റെ ഒരു അറ്റം കെട്ടി നമ്മൾ കരയിൽ വെച്ചേക്കും. എന്നിട്ട് ഈ ഏറ്റവും ഇറക്കവും വരുമല്ലോ, അതായത് ലോ ടൈഡും ഹൈ ടൈഡും, അങ്ങനെ ഇറക്കം വരുമ്പോൾ വെള്ളം കൊണ്ട് പറ്റുമ്പോൾ അവിടെ കരുതലയും. അപ്പൊ ഞങ്ങൾ രാത്രിയിലും പകലൊക്കെ ചെന്ന് ഈ കരയിലേക്ക് പടല് വലിച്ചു കയറ്റും. അപ്പൊ പടലിനകത്ത് ഞങ്ങൾക്ക് വീട്ടിൽ കഴിക്കാനുള്ള ആഹാരം ഉണ്ടാവും, മീൻ എന്തായാലും ഉണ്ടാവും, മീനും ചെമ്മീനൊക്കെ ഉണ്ടാവും. അപ്പൊ എന്നെ പ്രസവിക്കാൻ വേണ്ടി അമ്മച്ചി പോയല്ല, പോയി അപ്പൊ അങ്ങനത്തെ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറെ ദിവസം വീട്ടിലാരും ഇല്ലാഞ്ഞുകൊണ്ട് പടല് വലിക്കാതെ കിടന്നു. അങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഞാനുമായിട്ട് വരുവാണ്. വന്ന് രാത്രിയിൽ വന്നപ്പോൾ കറവിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചാച്ചൻ്റെ അപ്പനും അമ്മയുണ്ടെന്ന്. അപ്പോൾ അവർ പോയിട്ട്, എൻ്റെ ചാച്ചൻ പോയിട്ട് അമ്മയൊക്കെ ആയിട്ട് പോയിട്ട് പടല് വലിച്ചു. പടല് മീനിന്റെ കളി, അതായത് 10-15 ദിവസം അനങ്ങാതെ കിടന്നാണ്. മറ്റേ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരമൊക്കെ വലിക്കും. 10-15 ദിവസം അനങ്ങാതെ കിടന്നുകൊണ്ട് വലിയ കരിമീൻ്റെ കളിയായിരുന്നു പറഞ്ഞത്. എൻ്റെ ചാച്ചൻ പറഞ്ഞാൽ ചാച്ചൻ്റെ ജീവിതത്തിൽ അതിനു മുമ്പും അത് കഴിഞ്ഞിട്ടും ഇത്രയും മീൻ കിട്ടിയിട്ടില്ല, ഒന്നിച്ച് അത്ര മീൻ കിട്ടി. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, മീനിന് വേണ്ടിയാ. അപ്പൊ ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞ പേരക്കുട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ ഞാൻ പറയും, ചാച്ചനെ ഇങ്ങനെ കുഞ്ഞാവിയായിട്ട് കൊണ്ടുവന്നപ്പോ നിറയെ മീനായിരുന്നു എന്നൊക്കെ പറയുമ്പോ അവൻ ചോറിനാൻ ഭയങ്കര രസം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും മീൻ ഉണ്ടാവും അല്ലേ? എല്ലാ ദിവസം തന്നെ മീൻ ഉണ്ടാവും. മീനൊക്കെ മീൻ കഴിക്കുമോ? ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സാധാരണ ദോശ അങ്ങനെയാണ്. ഉച്ചയ്ക്കാണ് മീൻ, ഉച്ചയ്ക്കും രാത്രിക്കും. ഉച്ചയ്ക്ക് മാത്യു അങ്ങനെ കഴിക്കാൻ ഉണ്ടാകത്തില്ല, രാത്രിയിലാണ് നമ്മുടെ വീട്ടിൽ. അപ്പം വൈകുന്നേരം വരുമ്പോ തന്നെ മാത്യുവിന് മീൻ വറുത്താക്കേണ്ട മാത്യു ഇങ്ങനെ അടുക്കളക്കകത്ത് ഇങ്ങനെ കയറി വരും, വന്ന് പറഞ്ഞ ആ മീനൊക്കെ എടുത്ത് തിന്ന് അങ്ങനെയൊക്കെ പോകണം. പക്ഷെ ഇത്രയും വർഷമായിട്ട് മീൻ കഴിക്കുമ്പോൾ ചിലർക്ക് ഒരു മടുപ്പ് തോന്നും. ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല? അങ്ങനെ നമ്മൾ ഒത്തിരി വലിച്ചുവാരി കഴിക്കാൻ ആകെ തോന്നിയ ചില ഹോട്ടലുകളൊക്കെ പോകുമ്പോഴേ ഞാൻ കഴിക്കല്ല. ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എടുത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു, കഴിച്ചാൽ എനിക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം കുറഞ്ഞു പോയാലോ എന്ന് ഓർത്തിട്ട് കഴിക്കാതിരുന്നുണ്ട് ചില ഹോട്ടലുകളിൽ. അതുകൊണ്ട് എന്റെ പാർട്ട്നേഴ്സ് ഒന്നും എന്റെ കൂടെ മീൻ കഴിക്കാൻ പറ്റിയല്ലോ ഹോട്ടലിൽ. അവര് പറയണത് എന്തെടുത്താലും ഈ മനുഷ്യൻ കുറ്റം പറയുന്നത്.
നമുക്ക് മീനെടുത്ത് വായി വെക്കാൻ മണം പറയും. കേൾക്കുമ്പോൾ മാറ്റി ഫ്രഷ് ഫിഷ് കഴിച്ച് ശീലമുള്ള ആൾക്കാരല്ലേ? ജനിച്ചപ്പോ പോലെ കാണുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് എന്റെ കൂടെ അവര് നിങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾക്കും കഴിക്കാൻ പറ്റുന്നത്. ചേച്ചി ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും മനുഷ്യൻ നിങ്ങൾക്ക് മീനാണോ കാര്യം ഞാനാണോ വലുത് എന്ന് ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ആലപ്പുഴ പോയി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഞങ്ങളുടെ മോന്റെ ആദ്യ കുർബാന സ്വീകരണം. അപ്പൊ നമ്മുടെ വീട്ടിൽ കസിൻസിന്റെ പിള്ളേർ കൊച്ചുങ്ങളെല്ലാരും ഉണ്ട്. അങ്ങനെ 3-4 പിള്ളേരെയും കൂട്ടി ഞങ്ങൾ അന്ന് ആലപ്പുഴ ബീച്ചിൽ പോവുക. ആലപ്പുഴ ബീച്ചിൽ പോയപ്പോൾ ഈ പിള്ളേരെല്ലാം മണ്ണിലൊക്കെ കളിക്കാൻ തുടങ്ങി. കളിക്കാൻ തുടങ്ങി മാറ്റി എപ്പോഴും ഫോണിൽ ഇങ്ങനെ അവിടെ എവിടെ ചരക്ക് വീണ് നോക്കി നടക്കുക. അപ്പം ആരോണ്ടൊക്കെ കുറെ പേര് സംസാരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പം മാറ്റി പറഞ്ഞേ, അതെ ഒരു സംഭവമുണ്ട്, ഇന്നടുത്ത് ചരക്കുണ്ട്, അപ്പൊ ഞാൻ പോവാണ്, നീ പിള്ളേരെയും കൂട്ടി വീട്ടിലേക്ക് പൊക്കോളാം, ടാക്സി വിളിച്ചു തരാന്ന് പറഞ്ഞു. എന്റെ ദൈവം, ഞങ്ങൾ അത് കഴിഞ്ഞ് എവിടെയൊക്കെ പോയി ഭക്ഷണം കഴിക്കാം, അങ്ങനെ നല്ല ആസ്വദിക്കാന്നൊക്കെ പറഞ്ഞ് പോയ ദിവസം ഞാൻ ഈ പിള്ളേരെയും കൊണ്ട് ഒരു കണക്കിന് വീട്ടിൽ എത്തി. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മാത്തിനെ പിന്നെ കാണുന്നത്. എവിടെയോ പോയി അതാണ് മീനിനോട് ഇഷ്ടം. മീനിനോട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ നേരത്തെ തന്നെ നമ്മളൊരു ബോണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് മീനിലൂടെ നമുക്ക് കയറണമെന്ന്, രക്ഷപ്പെടണം. 10 വർഷം കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിലാകണം പറഞ്ഞിട്ടുണ്ട്. 1990. ഞാനൊരു എന്റെ ഫാമിലി അത്ര ഒരു സാമ്പത്തികമായി ഉന്നതിയുള്ള വീടോ അല്ലെങ്കിൽ ബിസിനസ്സുകാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ആരുമല്ല. എന്റെ ചാച്ചനമ്മച്ചിക്കും ജോലിയൊന്നുമില്ല. ഞങ്ങൾ 4 മക്കളാണ്. മൂത്ത മോനാണ്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം കൂടുതലാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കിട്ടണ തേങ്ങ കൊണ്ട് ജീവിക്കണമെന്ന് പറയും. അന്ന് കേൾക്കുമ്പോൾ നിങ്ങളവർക്ക് ഏക്കറങ്ങൾ, 1 ഏക്കർ കണക്കൊന്നുമില്ല, ആകെ 600 തേങ്ങ കിട്ടും. ഈ 600 തേങ്ങ വിറ്റ് വേണം അടുത്ത 2 മാസം ജീവിക്കാൻ. 2 മാസം കഴിയുമ്പോൾ വീണ്ടും തെങ്ങ് കയറുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു പോകുന്ന ജീവിതത്തിൽ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്യണമെങ്കിൽ, അതൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞുനാളോട്ട് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. നമുക്കത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. എന്തെങ്കിലും കഷ്ടപ്പെട്ട് നമ്മൾ, ഇപ്പൊ എന്റെ മക്കളെ സംബന്ധിച്ച് ആ ഒരു ബ്രേക്ക് കഴിഞ്ഞല്ല. ആ ഒരു ബ്രേക്ക് എവിടെയെങ്കിലും ഒരു തലമുറയിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ചെയ്താലേ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം മാറുള്ളൂ. അല്ലെ നമ്മളെന്നും ആ സ്റ്റൈലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവരോട് കല്യാണം കഴിഞ്ഞപ്പോൾ 1994 തന്നെ പറയുമായിരുന്നു, 10 വർഷം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ലെവൽ മാറ്റിയെടുക്കണം. അപ്പൊ 1994 തന്നെ ഞങ്ങൾ തീരുമാനിച്ച് എത്ര കഷ്ടപ്പെടാനും നമ്മളതെല്ലാം സന്തോഷത്തോടെ ചെയ്യും. ഭയങ്കര ഫോക്കസ്ഡ് ഉണ്ടായിരുന്നു. കറക്റ്റ്. അത് നമ്മൾ അങ്ങനെ ഒരു മനസ്സിൽ എൻ്റെ കൊച്ചിനായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പോകുന്നത് ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ച് അഡ്ജസ്റ്റ് അങ്ങനത്തെ ഒരു ലെവലിന് മാറണമെന്നെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഈ സാധനത്തിന് ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് ഞാനായിട്ട് തന്നെ ബ്രേക്ക് ചെയ്യണം എന്നൊരു തീരുമാനം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ചാച്ചനായിട്ട്, അതായത് സാറിന്റെ ചാച്ചനായിട്ടും മീനിന്റെ ബിസിനസ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഈ മീൻ കച്ചവടം അല്ലെ മീനിൽ നിന്നും എനിക്ക് ബിസിനസ് ചെയ്യാമെന്നുള്ളൊരു തോന്നൽ, ഒരു ഐഡിയ കിട്ടിയത്? ഒന്ന് എൻ്റെ വീടിന്റെ ഒരു ഭാഗത്ത് മുഴുവൻ മീൻ പിടിക്കാൻ പോകുന്നവരും അത് മീൻ ചരുവത്തിലും കൊട്ടയിലും ആക്കി വിൽക്കാൻ പോകുന്ന ചേച്ചിമാരാണ് ഒരു ഭാഗം മുഴുവൻ. അവരെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ദിവസവും എഴുന്നേക്കുന്നത്. പിന്നെ നല്ല മീൻ, പച്ചമീൻ കഴിക്കുന്നു. പിന്നെ എൻ്റെ അമ്മച്ചി നല്ലോണം മീൻ കറി വയ്ക്കും. അതൊക്കെ കഴിച്ച് മീനിനോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടായിരിക്കുമ്പോഴാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അതും ഒരു മീൻ കമ്പനിയിലാണ്. ആദ്യമായിട്ട് ശരിക്കും മീൻ കമ്പനി അല്ലായിരുന്നു. ശരിക്കും അവരുടെ ഓയിലും ടയറൊക്കെ വയ്ക്കുന്ന ഒരു എറണാകുളത്താണ് എന്നെ ജോലിക്ക് എടുക്കുന്നത്. KP വർഗീസ് ആൻഡ് സൺസ് എന്നാണ് കോളുത്തറ. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇരുത്തി 1 മാസം ഇരുന്ന് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ എക്സ്പോർട്ട് ഉണ്ട് മീനിന്റെ കമ്പനി. അപ്പൊ മീൻ നമ്മളെ ചങ്കി കിടന്ന് പിടക്കണമുണ്ട്. ഞാൻ ചെന്നപ്പോഴും പറഞ്ഞു, എന്നെ അങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരു 1-1.5 മാസം കഴിഞ്ഞപ്പോൾ എന്നെ എക്സ്പോർട്ടിങ് കമ്പനിയിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ അന്ന് വരെ കണ്ട മീൻ കച്ചവടത്തിന് വേറൊരു മുഖമുണ്ട്, ഒരു ഇന്റർനാഷണൽ ലെവലിലും ഇതിന് ചാൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായ കമ്പനി. അവിടെ ഞാൻ 11 വർഷം ജോലി ചെയ്തു. ഞാൻ ചെല്ലുമ്പോൾ അതൊരു ചെറിയൊരു പാർട്ണർഷിപ്പ് കമ്പനിയായിരുന്നു. ഞാൻ ഇറങ്ങുമ്പോൾ പബ്ലിക് ഇഷ്യൂ ഒക്കെ ചെയ്ത, ഷെയറൊക്കെ ഇഷ്യൂ ചെയ്ത വലിയ കമ്പനിയായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരാളാണ്. ഇല്ല, കഷ്ടപ്പാടും ആ കമ്പനി കയറിയപ്പോഴും നല്ല യാത്രകളായിരുന്നു. എപ്പോഴും യാത്രകളായിട്ട്. അപ്പൊ ഞങ്ങൾ തമ്മിൽ അകന്ന് ജീവിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വീട്ടില് മാറ്റി ഇങ്ങനെ പോകുന്ന സ്ഥലത്തെല്ലായിടത്തും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇങ്ങനെ ഒരു വർത്തമാനം പറയാൻ പോലും സമയമില്ല. പക്ഷെ എന്നാലും നമ്മൾ ദൂരെയാണ് ഇരിക്കണമെങ്കിലും മാറ്റി അവിടെ ഇരുന്ന് തന്നെ വിളിച്ചിട്ട് പാട്ട് പാടി തരും. പാട്ടൊന്നും പാടാൻ വലിയ പാട്ടൊന്നും അതുകൊണ്ടല്ലേ തിരിച്ചു വരുമ്പോ ആളോട് അപ്പൊ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ ഒരു ടേപ്പ് റെക്കോർഡർ ഞങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടുവച്ചപ്പോൾ ഇതിനൊരു നല്ല പാട്ട് നമുക്ക് കേൾക്കാം. ഞങ്ങൾ പാട്ട് കേൾക്കുമ്പോ ആർദ്ര ഗീതങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണ്. മറ്റേ അപ്പൊ അതിന്റെ മുഴുവൻ ഞങ്ങൾ പാട്ട് പാടും. ആർദ്രഗീതങ്ങൾ പണ്ടത്തെ ഇവരുടെ തരംഗിണിയുടെ കാസറ്റാ യേശുദാസിന്റെ. അപ്പൊ അത് ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും കേൾക്കും. അപ്പൊ K. ജയകുമാർ സാർ എഴുതിയത്.
ജയകുമാർ വരെയും ജെറിയമൽദേവന്റെ സംഗീതം. ജെറിയമൽദേവന്റെ സംഗീതം നമുക്കൊന്ന് കേൾക്കാം. പാട്ട് നമ്മൾ പാടണം. പാട്ടൊന്നും പാടാൻ അറിയാൻ പറ്റാട്ടോ. എനിക്കറിയില്ല. പാട്ടുകാരായിട്ടല്ല, അത് കേട്ടിരുന്ന. ഇല്ല, ഞാൻ പറയാം എങ്ങനെ അറിയാം, പാട്ട് മുഴുവൻ ഞങ്ങൾ പാടത്തില്ല. ഞങ്ങൾ എങ്ങനെ അറിയാം, മാത്യു അവിടെ നിന്ന് വിളിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, പിന്നെ ചില്ലിട്ട വാതിലിൽ വന്നു നിൽക്കാമോ, മെല്ലെ തുറന്നു തരാമോ എന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ അന്ന് സന്ധ്യയ്ക്ക് അന്ന് സന്ധ്യയ്ക്ക് നമ്മൾ ഒന്നായി മഞ്ഞണിഞ്ഞില്ലേ. ഒരു മഞ്ഞും അണിഞ്ഞിട്ടില്ല, വെറുതെ രാവിൽ എന്തോ കാത്തു നിന്നില്ലേ. കാത്തു നിന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പാടാൻ പറ്റില്ലേ. ആ പാട്ടിന്റെ അത്ര പാടിയാൽ മതി, ബാക്കി ഫുൾ ഫീലിംഗ് നമുക്ക് ഭയങ്കര സുഖമായി. എല്ലാം ഒരു സന്തോഷം. പാടി തുടങ്ങായിരുന്നു. ഒരു 2 പേര് പാടും പ്ലീസ്. നമുക്ക് ആ അന്നത്തെ നിങ്ങളുടെ ആ നല്ല ഓർമ്മകളിലേക്ക് പോവാം. ഇന്നും പാടും അത്. പാട്ടിന് ഞങ്ങൾക്ക് മുഴുവൻ പാട്ടുമല്ല, ഞങ്ങള് ഇപ്പം 2 പേര് അല്ല നമ്മൾ നടന്നിപ്പോ ഞാൻ ഒരുങ്ങി പോരാൻ എന്തൊരു ചേലാണ്. അപ്പൊ ബാക്കി മുഴുവൻ ഞാൻ എന്റെ ഉള്ളിൽ പാടുവാണ്. എന്തൊരു ഭംഗിയാന്ന് എനിക്ക്, അല്ലെങ്കിൽ എന്ത് ഭംഗി നിന്നെ കാണാൻ എന്ന് പറയുമ്പോ. ഇന്നലെ ഞാൻ ദുബായിലായിരുന്നു. ഇന്നലെ ദുബായിന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിനറിയാവാ, നീയല്ലാതാരുണ്ട് എന്നോട് പ്രണയപ്പുഴയിൽ ചിറക. സീതാരാമന്റെ പാട്ട് എപ്പോഴും പിള്ളേര് പറയുന്നുണ്ട് ഈ അച്ഛനും അമ്മയ്ക്കും. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റി തന്നെ ഒരു ടെൻഷനുള്ള സമയമാണെങ്കിൽ ഇല്ലേ, ഞാൻ വെറുതെ പാട്ടുപാടി നടക്കും. അപ്പം നമ്മൾ അമ്മമാര് ടെൻഷൻ അങ്ങ് ഫ്രീ, വീടിന്റെ ഭിത്തികളുടെ പോലും ആ പിരിമുറുക്കം മാറ്റാണ്ട് അമ്മമാര് പാടിയാൽ മതിയെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട് അങ്ങനെ. അപ്പൊ കൊച്ചുങ്ങളാണെങ്കിലും എന്തെങ്കിലും ടെൻഷനും മാറ്റിന്റെ ടെൻഷനാണെങ്കിലും ഞാൻ വെറുതെ പാട്ടൊക്കെ പാടി നടക്കും. പാട്ട് പാടുമ്പോൾ ഇവരെല്ലാരും എനിക്ക് സന്തോഷമാണ്. അപ്പൊ പിന്നെ മൊത്തം സന്തോഷമായേക്കാം എന്നവര് തന്നെ തീരുമാനിക്കുവാണ്. എന്താണെന്നറിയാം, എപ്പോഴും ഒരു പ്രത്യേകിച്ച് ഒരു ബിസിനസ്സുകാരൻ നിലയിൽ ബിസിനസ്സുകാരൻ എപ്പോഴും ഏതെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലേ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ നമ്മൾ അങ്ങനത്തെ ടെൻഷനുകളും നമ്മുടെ വിഷമങ്ങളും ഇറക്കി വയ്ക്കാൻ, വിശ്വസിച്ച് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം കുടുംബമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പറയും സുഹൃത്തുക്കളുണ്ട്, സുഹൃത്തുക്കളോട് പറയാം. എല്ലാ സുഹൃത്തുക്കളും നമ്മൾ പറയുന്നതിനെ പോസിറ്റീവായിട്ടും നമുക്ക് നന്മ വന്നം എന്ന രീതിയിൽ എടുക്കണമെന്നൊന്നും ഇല്ലല്ലോ. പക്ഷേ ഫാമിലി അങ്ങനെയല്ല. കുടുംബം എപ്പോഴും നമുക്ക് നല്ലത് വരണമെന്നും നമ്മൾ വലുതാകണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഏറ്റവും നല്ലവണ്ണം നമുക്ക് ഇറക്കി വയ്ക്കാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കുടുംബമാകണം. ആ കുടുംബത്തിൽ നമുക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ റീചാർജ് ആയി നാളത്തേക്ക്. തീർച്ചയായിട്ടും ഇല്ലേ? അപ്പോൾ അതുകൊണ്ടൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ടെൻഷനൊക്കെ പിടിച്ച ബിസിനസ്സുകാർ, എന്നെപ്പോലെ സീറോയിൽ നിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് എന്തായാലും എന്നും ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ സമയത്ത് നമുക്കിതൊക്കെ ഇറക്കി വയ്ക്കാനുള്ളൊരു സ്ഥലം നമുക്കുണ്ടാവുക എന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര പോസിറ്റീവാണ്. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. പക്ഷെ ഇത് ഇറക്കി വെക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് അതെല്ലാം കൂടെ ഉള്ളി വെച്ച് ഇങ്ങനെ കനം കൊണ്ടിരിക്കുവല്ല. ഞാൻ പാട്ടുപാടുക, പിന്നെ പാട്ടുപാടി നടക്കുക. അപ്പൊ എനിക്ക് അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവള് പാട്ടുപാടി നടക്കണം, പിന്നെ എനിക്കും പ്രശ്നമില്ലല്ലോ. ആർദ്രഗീതങ്ങളൊന്ന് കേട്ടു പോകണം കേട്ടോ. ഇന്നത്തെ കുട്ടികൾ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇന്നത്തെ കുട്ടികൾക്ക് പക്ഷെ അത് കേൾക്കേണ്ട ആവശ്യമില്ല. അന്നത്തെ ആ വരികളൊന്നും അവർക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരികയില്ല. അതിന്റെ ഒരു പൊരുൾ മനസ്സിലായില്ല. ജെറിയമൽദേവന്റെ സംഗീതം, കെ ജയകുമാർ സാറിന്റെ വരികളാണ്. സൂപ്പർ വരികൾ, എല്ലാം ഓരോ പാട്ടും അതുപോലത്തെ വരികളാണ്. ചില്ലിട്ട വാതിൽ എനിക്ക് പാടാനൊന്നും അറിയില്ല. നമ്മൾ പാട്ടുകാരിൽ നിന്നല്ല പാട്ട് കേൾക്കുന്നത്, ഗാനം ഇഷ്ടപ്പെടുന്ന 2 പേരിൽ നിന്നാണ്. ഞങ്ങൾ എല്ലാവരും ആ ഒരു രീതിയിലേക്ക് കേൾക്കുന്നു. ചില്ലിട്ട വാതിലിൽ വന്നു നിൽക്കാമോ, മെല്ലെ തുറന്നു തരാമോ, ഓ തുറന്നു തരാമോ, ഏകാന്ത സന്ധ്യകൾ ഒന്നിച്ചു പങ്കിടാൻ മൗനാനുവാദം തരാമോ, ചില്ലിട്ട വാതിലിൽ. അത്രയും പറയുമ്പോ ഞാൻ മറ്റേത് പാടും. അത്രയും പറഞ്ഞു കഴിയുമ്പോ ഞാൻ മറ്റേ തുടങ്ങും. നമ്മള് മഞ്ഞണിഞ്ഞില്ലേ, ഒരു സ്ഥലത്തും മഞ്ഞണിഞ്ഞിട്ടില്ല, വെറുതെ മീനിന്റെ മണം കേട്ട് തുടങ്ങാൻ. അതൊക്കെ നല്ല പാട്ടാട്ടോ. പക്ഷെ ഇമാജിനേഷനില്ലേ ഭയങ്കര രസമാണ്, ഭയങ്കര ഫീലിംഗ്. ഇമാജിൻ ചെയ്ത് അങ്ങനെ ആ സ്വപ്നത്തിൽ കിടന്നുറങ്ങാനൊക്കെ എന്നാ രസമെന്നറിയോ, ഭയങ്കര രസമാണ് ഇമാജിനില്. അന്ന് സന്ധ്യയ്ക്ക് നമ്മൾ ഒന്നായി മഞ്ഞണിഞ്ഞില്ലേ, മഞ്ഞു പെയ്യുന്ന രാവിൽ എന്തോ കാത്തു നിന്നില്ലേ,
എഴുതിയ ജയകുമാർ സാറ് ഓർമ്മയില്ലേ? എവിടെ ഓർമ്മ? എഴുതിയ ജയകുമാർ സാർ ഓർക്കുന്നുണ്ടോ അറിയുന്നുണ്ടോന്ന് അറിയില്ല. ഇന്നത്തെ കാലത്ത് ഇത് പാടുന്ന ആൾക്കാരുണ്ട്. ഓർമ്മയുണ്ടോന്ന് അറിയില്ല, പക്ഷെ നിങ്ങളത് എന്നും ഹൃദയത്തിൽ. അത് 1994 മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങി. അതിന് മുമ്പ് മുതൽ മാറ്റി കേൾക്കുന്നുണ്ട്. 94 മുതൽ ഞങ്ങൾ കേൾക്കുകയും പാടുകയും ഒക്കെ ചെയ്യും. പിന്നെ ഇപ്പൊ മാറ്റിന് ഇൻസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ഇപ്പൊ വീട്ടിലേക്ക് വരുമ്പോ മോള് വീട്ടിലാണെങ്കിൽ മകളെ പാതി മകൾ അപ്പൊ മോൾക്ക് അത് കേട്ടാ മതി. മോളുടെ ബാക്കി ലൈനെല്ലാം മോള് ഉള്ളി പാടി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇത്രയും നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള, വളരെ ആക്റ്റീവ് ആയിട്ടും, വളരെ എന്താ പറയാ ജോവിയൽ ആയിട്ടും, വളരെ കമ്പനി ഇങ്ങനെയൊക്കെയാണല്ലോ, ഇതൊക്കെ എപ്പോഴെങ്കിലും ദേഷ്യപ്പെടാറുണ്ടോ? മാറ്റി അങ്ങനെ രക്ഷപ്പെടാറില്ല. ഇല്ല. ഇല്ല മാറ്റി യോഗയൊക്കെ ചെയ്ത് ഭയങ്കര മനസ്സിനെയൊക്കെ ശാന്തമാക്കുന്ന മനുഷ്യനാണ്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും സൗമ്യതയോടെ സംസാരിക്കുന്ന ഒരാളിനെ ആദ്യമായിട്ട് കാണുക. ഈ മൈക്കെടുത്ത് പ്രസംഗിക്കുമ്പോഴാണ് നല്ല ഇതായിട്ട് സംസാരിക്കും. പക്ഷെ വീട്ടിൽ സംസാരിക്കാൻ ഭയങ്കര ശാന്തമാണ്. അപ്പൊ ഞാൻ ഓർക്ക് ഇത്രയും ശാന്തമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാൾ എന്ത് രസമാണെന്നൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. ഇവളുടെ അമ്മച്ചി കല്യാണം കഴിച്ച് ഞാൻ ഇവളുടെ വീട്ടിൽ ചെല്ലുക. അപ്പൊ ഇവളുടെ അമ്മച്ചി എന്നോട് പറഞ്ഞു, മോനെ എൻ്റെ മോക്കൊരു കുഴപ്പമുണ്ട്, ഇവള് ചിലപ്പോ പെട്ടെന്ന് ചൂടാവും. അപ്പൊ മോൻ എന്ത് ചെയ്യണമെന്നറിയാം? മോൻ 2 മിനിറ്റ് മിണ്ടാണ്ട് നിന്നാണ്. 2 മിനിറ്റ് ഒന്നും പോരാ, 10 മിനിറ്റ് ഉണ്ടാകും. അപ്പൊ എന്തെങ്കിലും പറയണേ ഞാൻ പതിയെ അപ്പുറത്തെ റൂമിലേക്ക് പോയി 5 മിനിറ്റ് കഴിയുമ്പോ എവിടെയുണ്ടെന്ന് ഞാൻ പിണങ്ങിയിരിക്കുമ്പം ചോദിച്ചാൽ ഞാൻ പിണങ്ങിയിരിക്കും അറിയാവോ എന്ന് ഞാൻ ചോദിക്കാം. അപ്പൊ ആണോ പിണങ്ങിയിരിക്കുമായിരുന്നോ? അങ്ങനെ അപ്പൊ എല്ലാം ദേഷ്യവും എല്ലാം എനിക്ക് തന്നെയാ ഉള്ളത്. പക്ഷെ മാത്യന് അങ്ങനെയൊന്നുമില്ല. പാവം എപ്പോഴും എങ്ങനെ വലുതാകണം, എങ്ങനെ നല്ലതാകണം എന്നുള്ള ചിന്തകളും, പിന്നെ ഇങ്ങനെ നല്ലൊരു പാട്ടൊക്കെ പാടി അങ്ങനെ ഒരു നല്ലൊരു 2 കൈ കൂടെ കൊട്ടിയാലേ ശബ്ദം കേൾക്കുള്ളൂ എന്ന് പറയും. ചേച്ചി തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ട് വഴക്കിട്ടോണ്ടിരുന്നു ഇവിടെ ഇങ്ങനെ ശാന്തതയുടെ അപ്പം കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചമ്മലോ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യം അങ്ങനെ ഒരു തോന്നല് വരില്ലേ? എന്നാലും നമുക്ക് ദേഷ്യം, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വന്നു പോകും. ഇപ്പോഴും വരും. ഇപ്പോഴും വരുമ്പോ ഞാൻ പറയാൻ മാറ്റി അത് കേൾക്കും. എനിക്ക് വല്ലതും കേൾക്കാണ്ട് ഇച്ചിരി കേട്ട് കാണും. പക്ഷെ എന്നാലും ഇത് പ്രതികരിക്കൊന്നുമില്ല. മിണ്ടാണ്ട് അവിടെ ഇരുന്ന് കോളും. തന്നെത്താനും ശാന്തമായിട്ട് അങ്ങ് നിങ്ങളുടെ കഥകൾ കേൾക്കാൻ. നീ ഇത് കേൾക്കണ ആൾക്കാർ ഫ്രഷ് ടൂം മാറ്റിയെന്നൊക്കെ പറഞ്ഞ വേറൊരു ഇതുണ്ട്, മൊത്തം പൊളിച്ചടിക്കുന്ന. ഫ്രഷ് ടു ഹോം മാത്യു ജോസഫ് എന്ന് പറയുന്ന ഒരാളുടെ പേഴ്സണൽ ലൈഫിലെ രസകരമായോ ഇതൊക്കെ ഇന്നത്തെ ജനറേഷനും ഐ എം ഷുവർ ഇത് കേൾക്കുന്ന എല്ലാവരും കണ്ടുവെക്കല്ല ആരും കേട്ടോ. രസകരം മാത്രമല്ല, അതിനകത്ത് എനിക്ക് മനസ്സിലായതും ഞാൻ പഠിച്ചതും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും ബിസിനസ്സുകാരനായിട്ടല്ലല്ലോ നിൽക്കുന്നത്. 24 മണിക്കൂറും ബിസിനസ്സുകാരൻ എന്നിട്ട് കാര്യമില്ല. ആ ബിസിനസ്സുകാരനായി നിൽക്കുന്ന സമയത്തുള്ളതെല്ലാം ഇറക്കി വീണ്ടും പച്ച മനുഷ്യനാകാൻ കുറച്ച് സമയം കിട്ടുന്നത് നമ്മുടെ വീട്ടിലല്ലേ. അപ്പൊ നമ്മൾ പ്യുവർ പച്ച മനുഷ്യനായി മാറണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതിപ്പോ വീട്ടിൽ തന്നെയാണല്ലേ, നാട്ടുകാരെടുത്ത് നോക്കാൻ മാറ്റും അങ്ങനെ തന്നെയാ കേട്ടാ. നമ്മുടെ വീട്ടിലെ നാട്ടിലുള്ള പണ്ട് പോലെയുള്ള എല്ലാവരും ചോദിച്ചെന്നാണ് വിളിക്കുന്നത്. ചോദിച്ചാന്ന് വിളിക്കുമ്പോൾ പറഞ്ഞാൽ എന്താണെന്ന് വിളിച്ച് എല്ലാവരും അകത്തിരുത്തി സംസാരിക്കുന്ന ഒരു പാവം നല്ല എല്ലാവരും നല്ലൊരു, അതെനിക്ക് ഞാൻ ചോദിച്ചാലേ കാണുന്ന ഒരു നല്ലൊരു ഗുണങ്ങളിലൊന്നാണ്. ഇപ്പൊ നമ്മൾ ഇത്രയും എല്ലായിടത്തും യാത്ര ചെയ്യണം. ഇപ്പൊ ഇന്നലെ രാത്രി ദുബായിൽ നിന്ന് വന്നില്ല, എന്നാലും ആരെങ്കിലും വിളിക്കണേ വാ ചേട്ടാ വാ വന്നിരിക്കുന്ന അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് എപ്പോഴും വീട്ടില് നാട്ടുകാരോടാണല്ലോ. ഈ പൈൻ മരത്തിന്റെ ചുറ്റും ഇങ്ങനെ കൈ പിടിച്ച് നടക്കുക ഇതുവരെ പറ്റിയിട്ടില്ല. ചെറുവരൽ ചുറ്റും നടക്കണം. അതൊക്കെ എന്റെ സ്വപ്നങ്ങളാണ്. ഞാൻ ഇന്നോട്ട് എന്റെ അച്ഛനും അമ്മോടും പറയും, ഇപ്പോഴും നോക്കും നിങ്ങളെ ഇങ്ങനെ തന്നെ ആവണം. ഞാൻ കല്യാണം കഴിച്ചിട്ട് 2 വർഷം ആയാലെന്ന്. അപ്പൊ ഞാൻ ചിലപ്പോ മോള് പ്രസവിച്ചിറക്കാണല്ലോ, ഇതെന്റെ മകള് തന്നെയാണ്. 2ാമത്തെ കൊച്ചിനെ പ്രസവിച്ചിറക്കുന്നത് പ്രായമായും ചിന്തിച്ചു പോയി നമ്മൾ പ്രായമായി. പിന്നെ ഞങ്ങള് പുസ്തകങ്ങളൊക്കെ വായിച്ചത് വലിയ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ. എൻ മോഹന്റെ ഒരിക്കൽ എന്നൊരു ദിവസമുണ്ട്. എൻ മോഹന്റെ ഒരിക്കൽ ഇവളോട് ഞാൻ ഇന്നാലും പറഞ്ഞു, അതൊന്നും ഇവക്ക് ഇച്ചിരി ഒരു റൊമാൻറ്റിക് കുറഞ്ഞാന്ന് എനിക്കൊരു സംശയം. അന്നേരം ഞാൻ ഒരിക്കലും മേടിച്ചു കൊടുത്തു, നീ അതൊന്ന് വായിച്ചിട്ട് പിന്നെ പെട്ടെന്ന് മറന്നു പോകും. പാട്ടൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കും. ഓക്കെ, എന്നാലും സംഗീതമായുമാണ് നിങ്ങളുടെ ജീവിതവും ദിവസങ്ങളും എല്ലാം അല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു വന്ന ചേച്ചി പൈൻ മരമൊക്കെ മനസ്സിൽ കണ്ട് ആഗ്രഹിച്ചും അതൊക്കെ ആ ഒരു പ്രായത്തിൽ അല്ലെ, ആ ഒരു പ്രായത്തിൽ വിവാഹം സിനിമകളിലൂടെ കാണുന്ന പോലെയൊക്കെയാണ് ജീവിതം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്ന് കയറി 2-3 ദിവസങ്ങൾക്കുള്ളിൽ ചേച്ചി റിയൽ ലൈഫ് എന്താണെന്ന് കണ്ടു തുടങ്ങുകയാണ്. പിന്നീട് പോകെ മനസ്സിലാകുകയാണ് അല്ലെ. പിന്നീടാണ് ശരിക്കുമുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന പോലെ അത്ര സ്വീറ്റും മധുരം തേച്ചതോ കേക്കോ ഇതൊന്നും അല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് കോംപ്രമൈസസും. ചേച്ചി എന്തൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു, ഇതൊക്കെ മാറ്റണം, ഇതല്ല റിയൽ ലൈഫ് എന്നുള്ളൊരു തിരിച്ചറിവ് വരുവാണ്.
അങ്ങനെ ചേച്ചിയുടേതായിട്ട് ചേച്ചി കോംപ്രമൈസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും? ഒന്ന് നമുക്ക് ചോദിച്ചാൽ നമ്മുടെ അടുത്തില്ല. അപ്പം നമ്മൾ ഒരുപാട് മിസ് ചെയ്തിട്ട്. പിന്നെ ശരിക്കും ഞാൻ ഇപ്പോഴും തല്ലു പിടിക്കുമെന്ന് പറഞ്ഞു. 2 വർഷം, ഈ 31 വർഷത്തിൽ ആകെ 2 വർഷം ചോദിച്ചാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ പറയും. അപ്പൊ കൂടെ പോവാറുണ്ടായിരുന്നില്ലേ? വെല്ലിപ്പത്തും. പക്ഷെ പോയാലും മാറ്റി പോകുന്ന മീൻ മാർക്കറ്റിലേക്കും മീൻ കടപ്പുറത്തേക്കും അല്ലേ പോകുന്നത്. നമുക്കിങ്ങനെ ആസ്വദിച്ച് നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ കുറച്ചേ പോയിട്ടുള്ളൂ. എന്നാലും കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് കൊണ്ടുപോകാൻ സ്ഥലത്തൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഈ പിള്ളേരെ വളർത്തുമ്പോൾ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ തന്നെ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന അന്നേരം നമ്മൾ ഓർക്കാറുണ്ട് അതൊക്കെ. അങ്ങനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തേക്കണതും ബുദ്ധിമുട്ടിയേക്കണ കുട്ടികളുടെ കാര്യത്തിലില്ലേ, അവര് കുഞ്ഞായിട്ട് അവർ വളർന്നു വന്ന ഒരു സമയമൊക്കെ ഇല്ലേ, ഒരു അപ്പനും അമ്മയും അടുത്ത് വേണ്ട ചില സമയങ്ങൾ. അപ്പോഴൊന്നും ഞാൻ പിതാവെന്ന നിലയിൽ, ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ അവിടെ മുഴുവൻ സമയം വേണ്ട സമയത്ത് പോലും ഞാൻ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കുറ്റബോധം എനിക്കുണ്ട്. പക്ഷെ എന്നാലും പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനെ തന്നെ. ചില ജോലിയുടെ ഭാഗമായിട്ട് പിന്നെ പിള്ളേർക്ക് മനസ്സിലായി. പിള്ളേര് സ്കൂളിലൊക്കെ ചെന്ന് പറഞ്ഞത് ഇപ്പൊ ഫാദറിന്റെ ജോലി എന്നാ ചോദിക്കുമ്പോ ചാച്ച മീൻകാരനാന്ന് പറയും. അപ്പൊ ഒരു സിനിമ ഉണ്ടല്ലോ മോഹൻലാലിന്റെ ലൂസിഫറില് ഇത് പറയുന്നില്ലേ, ടൊവിനോ തോമസ് പറയുന്നില്ലേ, എന്റെ ബാല്യം ഞാൻ സമർപ്പിച്ചതുകൊണ്ടാണ്. അപ്പൊ എന്റെ മകനിടയ്ക്ക് പറയും എന്റെ ബാല്യം ഞാൻ വേണ്ടെന്ന് വെച്ചോണ്ട് എടുത്ത് സിനിമ ഇങ്ങോട്ട് കൂട്ടിയത് പറയുമ്പോഴേ എന്നൊക്കെ അങ്ങനെ എന്തോ തമാശ നമ്മൾക്ക് അങ്ങോട്ട് പറയാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മള് വീട്ടില്. പിന്നെ നമുക്ക് പിന്നെ സാമ്പത്തികം, പൈസ ഇല്ല. നമുക്ക് മാറ്റി പോകുന്നു വരുന്നൊക്കെ നമുക്ക് പൈസ ഇല്ല. അത് നമ്മൾ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ജീവിച്ചിരുന്നൊക്കെ അന്നൊക്കെ. അങ്ങനെ അപ്പൊ പൈസ ഇല്ലാത്ത അവസ്ഥയും എല്ലാം കൂടെ നമ്മൾ. അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാലേ, നമ്മൾ അങ്ങനെ ഇല്ലായ്മകളിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ പൈസ വന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലെ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെതായ ഒരു ജാട കാണിക്കാനോ അങ്ങനത്തെ ഒരു, ഇപ്പോഴും ഞങ്ങൾ ആ പഴയ ശൈലി തന്നെ. എന്നാൽ ജീവിതം ആസ്വദിക്കുന്നില്ല എന്നാലും അന്തസ്സായിട്ട് ആസ്വദിക്കുന്നുണ്ട്. എല്ലാവരും മക്കളും ആയാലും ഞങ്ങളായാലും ആസ്വദിച്ച് തന്നെ ജീവിക്കുന്നു. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനത്തെ ഒരു പണമുള്ളതിന്റെ പേരിൽ കാണിക്കുന്ന ഒരു ജാടകളോ അങ്ങനത്തെ ആർഭാടമോ അത് വേണമെന്ന് ഇവൾക്കോ അല്ലെങ്കിൽ എന്റെ മക്കൾക്കോ അങ്ങനെ പിള്ളേരായാലും. മോള് ഇപ്പം തേവര സേക്രഡ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ടൈറ്റാണ്. അപ്പൊ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവള് ചാച്ചനെ വിളിച്ചും പറഞ്ഞിട്ട് പറഞ്ഞു, ചാച്ച ഇവിടെ കമ്പനി സെക്കൻഡ്സ് വിൽക്കുന്നുണ്ട്, അജിക്ക് പറ്റിയ ടീഷർട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, ചാച്ചനൊന്നും വാങ്ങിക്കണം മോന് വേണ്ടിയിട്ട്. അവന്റെ പേര് അജി എന്നാ. അപ്പം അങ്ങനെ കമ്പനി സെക്കൻഡ്സ് വിൽക്കുന്നുണ്ട് ചാച്ച അവിടെ നിന്ന് പറഞ്ഞു. അപ്പൊ ചാച്ചൻ അന്ന് ചെന്ന് അവൾക്കും അജിക്കും ടീഷർട്ടുകളൊക്കെ വാങ്ങിച്ച് വില കുറഞ്ഞത്. അപ്പൊ അന്ന് അത് നമുക്ക് അതിട്ട് നമ്മൾ എന്നിട്ട് എല്ലായിടത്തും പോകുന്നൊക്കെ നമുക്ക് അതിനൊന്നും യാതൊരു പ്രശ്നവും. അപ്പൊ മോൾ അങ്ങനെ വിളിച്ചു പറയാം, അവൾക്കും ഇല്ല, അത് മേടിക്കുന്നതിന് യാതൊരു വിഷമവും ഇല്ല. അങ്ങനെയൊക്കെ അപ്പൊ നമ്മള് അതൊക്കെ നമ്മള് ശീലിച്ചു വന്നതുകൊണ്ടേ ആയിരിക്കാം ചില മക്കൾക്കായാലും ഇവർക്കായാലും അങ്ങനെ ഒരു ആർഭാടത്തിനോ അങ്ങനത്തെ ഒരു കാര്യത്തിനോ എനിക്ക് പൊതുവേ ഇല്ല. പക്ഷെ എന്നാൽ ഇവർക്കും അങ്ങനെ. ഇപ്പൊ ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്റെ മക്കളും ഭാര്യയും അങ്ങനെ ആകണമെന്നില്ലല്ലോ. ഇന്നത്തെ ഒരു നമ്മുടെ ഒരു സാഹചര്യവും സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ വേറെ രീതിയിലും ചിന്തിക്കാമല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ ആസ്വദിച്ച് തന്നെ ഞങ്ങൾ ജീവിക്കുന്നല്ല. പഴയ ഒരു പണ്ടൊക്കെ എന്ന് വെച്ചാൽ എപ്പോഴും ഓരോ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത് സത്യം പറഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കുന്ന ചില സാധനങ്ങളാണ്. കാരണം നമ്മളിത് വലുതാകണമെന്നുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്ത് ഓരോന്ന് ചെയ്യും. ഒരുപക്ഷെ ആ റിസ്ക് എടുക്കാതിരുന്നെങ്കിൽ നമ്മൾ അത്രയും ടെൻഷൻ പിടിച്ച് പോകേണ്ട കാര്യം ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെ റിസ്ക് എടുത്തത് കൊണ്ടാണ് ഇന്നിങ്ങനെ ആയതൊന്നും. ആ റിസ്ക് എടുത്തതിൽ ഒരു ഭാഗമാണ് പിള്ളേരെ നമ്മൾ നല്ലൊരു സ്കൂളിൽ വിട്ട് മാറ്റി ഇംഗ്ലീഷ് പുറത്തൊക്കെ പോയി സംസാരിക്കുമ്പം ആരുടെങ്കിലും സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് വളരെ കുറവാണെന്നുള്ളൊരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അപ്പം മാത്യു പിള്ളേർ ചെറുതായിരുന്നപ്പോൾ തീരുമാനിച്ചതാണ് ഇവരെ നല്ല ഇംഗ്ലീഷ് ഉള്ള സ്കൂളിൽ വിടണം. നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ കുട്ടികളിലേക്ക് അത് വരരുത്. ഞാൻ ദുബായിലെ പച്ചമീൻ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പച്ചമീൻ എക്സ്പോർട്ട് ചെയ്ത് ദുബായിലൊരു കമ്പനിക്ക് ഞാൻ കൊടുക്കും. എന്നിട്ട് ആ കമ്പനി അവിടുത്തെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് ചെയിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി. ഈ നമ്മുടെ ഞാൻ അന്ന് കൊടുത്തത് ടൈഗർ പ്രോൺസ്, വലിയ കാര ചെമ്മീൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് അവരുടെ പൈസ തടഞ്ഞു വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ദുബായ് കമ്പനി എൻ്റെ പൈസ തടഞ്ഞു വെച്ചു. അങ്ങനെ എന്നെ അവർ ദുബായിലേക്ക് വിളിപ്പിച്ചു. അവർ വിളിക്കുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ദുബായി ചെന്ന് ഇവരുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നടന്ന് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ കൊടുത്ത ചരക്കല്ലാതെ വേറെ വില കുറഞ്ഞ ഏതോ ചരക്കെടുത്ത് മിക്സ് ചെയ്ത് എൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. എല്ലാം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി. എന്നിട്ട് ഞാൻ അവരുടെ കൂടെ അത്താഴം കഴിക്കാൻ മീറ്റിംഗ് നടത്തി ഞാനിതെല്ലാം കാണിച്ച് അവർ അക്സെപ്റ്റ് ചെയ്തു. ആ ഓൺ ദ സ്പോട്ടിൽ അവരുടെ അസിസ്റ്റന്റ്മാരെ പർച്ചേസ് അവർ സസ്പെൻഡ് ചെയ്തു. ഓൺ ദ സ്പോട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് ബിസിനസ് ഞാൻ വിജയിച്ചേ. എൻ്റെ കാര്യം നടന്ന് എനിക്ക് പൈസയും തിരിച്ചിട്ട് എല്ലാം റെഡി. എന്നിട്ട് ഞങ്ങൾ അതേ ടേബിളിൽ ഇരുന്ന് അത്താഴം കഴിക്കും, എല്ലാം ഡിന്നർ വരുത്തി. അപ്പം ഞാൻ ഇങ്ങനെ നീളത്തിൽ നടുക്ക് ഞാനിരിക്കുന്നു. ഈ സൈഡ് ദുബായിലെ കമ്പനി ആൾക്കാർ, ഈ സൈഡ് മറ്റേ സൂപ്പർ മാർക്കറ്റിൻ്റെ ആൾക്കാർ. അവരെല്ലാവരും ഫോറിനേഴ്സാണ്. അപ്പോൾ സ്പൂണും ഫോർക്കും വെച്ചാൽ കഴിക്കുന്നത്. അപ്പോൾ സ്പൂണും ഫോർക്കും വെച്ച് കഴിക്കാൻ തുടങ്ങി. ഇതൊക്കെ എൻ്റെ ആദ്യ കാലങ്ങളിലാണ്. സ്പൂണും ഫോർക്കും വെച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സ്പൂണും ഫോർക്കൊന്നും ഉപയോഗിച്ച് എനിക്കറിയില്ല.
അപ്പം ഞാൻ ചിക്കനിലൊക്കെ മുട്ടം പോയി കത്തിയൊക്കെ ടിങ് ടങ് ടങ് എന്ന് വെച്ചത്. അപ്പം എൻ്റെ അടുത്തിരുന്ന് ദുബായ് കമ്പനിക്കാർ പറഞ്ഞു സൗണ്ട് കേൾക്കരുത്, അത് ശരിയല്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് കാപ്സിക്കോ മുളകൊക്കെ മാത്രം കുത്തി കഴിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ മലയാളികൾ ഇടുവാൻ്റെ ഊണ് കഴിഞ്ഞൊരു ഗ്ലാസ് വെള്ളം കൂടി ഞാനൊരു ഏമ്പൊക്കം വിട്ടു, എന്നൊരു ഏമ്പൊക്കം വിട്ടു. അപ്പൊ ഈ കളഞ്ഞി അങ്ങനത്തെ ഒരു വേദിയിൽ നമ്മൾക്ക് അങ്ങനെ ഒരു ഏമ്പക്കം വിടുന്നത് ശരിയല്ല. അവർ ഫോറിനേഴ്സ് ഒക്കെ ഇരിക്കും, അവർക്ക് ഏമ്പക്കം എന്ന് പറയുന്നത് ഇൻസൾട്ടിങ് ആണ്. അത് എനിക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ അന്ന് തീരുമാനിച്ചാണ് എൻ്റെ മക്കളെങ്കിലും ഈ സ്പൂണും ഫോർക്കും വെച്ചൊക്കെ പഠിക്കണം. പിന്നെ ഇംഗ്ലീഷ്, എൻ്റെ ഇംഗ്ലീഷ് ഇപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയാൻ പറ്റില്ല. ജീവിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പറഞ്ഞു പോയി പഠിച്ചതാണ്. അങ്ങനെ പഠിച്ച ഇംഗ്ലീഷ് എനിക്കറിയാവും. അപ്പോൾ എൻ്റെ മക്കൾക്ക് അങ്ങനെ ആകരുതെന്ന് ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ തപ്പി നടന്ന് എറണാകുളത്ത് ഊട്ടിയിലെ സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് വേറൊരു മാനേജ്മെന്റിൽ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളായി. ഒരു ഇന്റർനാഷണൽ സ്കൂളായിരുന്നു. അമേരിക്കയിലെ ടെക്സാസിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. 3 ഇംഗ്ലണ്ടുകാരൊക്കെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കളെ അവിടെ കൊണ്ടാക്കി. ഒരു ദിവസം ഞാൻ 90 കിലോമീറ്റർ വണ്ടി ഓടിക്കണം. എൻ്റെ നാട്ടിൽ നിന്ന് ബസ്സില്ലേ സ്കൂളിലേക്ക്. 90 മീറ്റർ രാവിലെ 45 കിലോമീറ്റർ ഇങ്ങോട്ടും 15 കിലോമീറ്റർ. പിള്ളേരുടെ അവസ്ഥ മാത്യു അങ്ങനെ പോകുന്നു. പിള്ളേരും അത്ര ദൂരം യാത്ര ചെയ്താണ് പിള്ളേർ പഠിക്കുന്നത്. പിന്നെ അവിടെ ഫുഡൊക്കെ ഉണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോ നമ്മുടെ കുട്ടികൾ പോണതുകൊണ്ട് പലയിടത്തുനിന്നും കൂടെ അങ്ങനെ രണ്ടാമത്തെ വർഷം ബസ് വന്നു. രണ്ടാമത്തെ വർഷം തൊട്ട് ബസ് പിന്നെ നമ്മുടെ വീട്ടിലിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പോകാൻ തുടങ്ങി. അപ്പൊ അവരുടെ സ്ലാങ് നല്ലതായി, അവർക്ക് നല്ല യൂറോപ്യൻ സ്ലാങ് കിട്ടി നല്ലതായിട്ട്. അപ്പൊ മാതിരി ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ പിള്ളേർ ഇത്ര നല്ലതായിട്ട് പറയുന്നുണ്ടല്ലോ. ഞാൻ പറയണ ഇതിനകത്ത് മാത്രമല്ല, ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും നമ്മുടെ അനുഭവങ്ങളല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നില്ലെങ്കിലാണ് അതാണ് നമ്മുടെ മിസ്റ്റേക്ക് അല്ലേ. നമ്മളൊരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് നമ്മൾക്ക് അത് കാണിച്ചു തരുന്നുണ്ട്. അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. അല്ലാതെ അതേ തെറ്റ് വീണ്ടും ആവർത്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളൊരു തെറ്റ് വന്ന് അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റി ഇന്നത്തെ എല്ലാ മനുഷ്യർക്കും പറ്റും, അല്ലെങ്കിൽ ഒരു കുറവ് എല്ലാവർക്കും ഉണ്ടാവും. ആ കുറവിനെ എങ്ങനെ നമ്മൾ അടുത്ത തലമുറയ്ക്കെങ്കിലും പരിഹരിക്കാമെന്ന് നമ്മൾ കണ്ടെത്തണം. അതൊരു ബിസിനസ്സിലും അങ്ങനെയാണ്. ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കണം എന്നതാണ് ഞാൻ പഠിച്ചൊരു തത്വം. അപ്പൊ അതൊന്നും നമ്മൾ ആ ബുദ്ധിമുട്ട് ഇപ്പം ചോദിച്ച പോലെ തന്നെ ആ ബുദ്ധിമുട്ട് അവിടെ ഫീസ് കൊടുക്കണം, കൊച്ചുങ്ങളെ എല്ലാ ദിവസം കൊണ്ടുപോകണമെങ്കിൽ വണ്ടിക്ക് പെട്രോൾ ഇട്ടിരിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇദ്ദേഹം സാർ ഇല്ലാതിരുന്ന സമയത്തും കുട്ടികളെ എങ്ങനെ സ്കൂളിൽ അത് ആരെങ്കിലും വന്ന് കൊണ്ടുപോകും. ഡ്രൈവർ അതിന് ഡ്രൈവർക്ക് പൈസ കൊടുക്കണം. അന്ന് ഡ്രൈവറൊന്നും ഇല്ല. അപ്പോൾ ഈ ലൈഫിൽ ഓരോരോ ഡിസിഷൻ എടുത്തു. ആദ്യം ജോലിക്ക് വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോയിരുന്ന ഒരു വ്യക്തി പിന്നീട് സ്വന്തമായിട്ടൊരു ചെറുതായിട്ടൊരു സ്ഥാപനത്തിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്നുള്ള ഓരോരോ മാറ്റങ്ങൾ, ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പിലും ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ടും അല്ലേ, ഇത് ഞാൻ ചെയ്യണോ, ശരിയാവോ, തെറ്റുവോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വേറൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുവാണ്. ഇങ്ങനത്തെ ഓരോ ഡിസിഷൻ മേക്കിങ്ങിലും ചേച്ചിയുടെ ഒരു ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ അതൊക്കെ സാറിന്റെ ഒറ്റയ്ക്കുള്ളൊരു ഡിസിഷനാണോ, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണോ? ഇല്ല, ബിസിനസ് തുടങ്ങിയത് കല്യാണം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ബിസിനസ്സുകാരനാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ തീരുമാനിച്ച കാര്യം ബിസിനസ്സിനാവുള്ളൂ എന്നുള്ളത്. അതായത് ഞാൻ എൻ്റെ നാട്ടിൽ അന്ന് കോളേജ് അധ്യാപകരുണ്ട്, സ്കൂൾ അധ്യാപകരുണ്ട്, തഹസിൽദാരുണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്. ഇവർക്കൊക്കെ ഒരു സ്കൂട്ടറുണ്ട്. ഇവരൊക്കെ പോകും, ആൾക്കാർ ചിലരൊന്നും നോക്കുന്നല്ലാതെ ഒരു ബഹുമാനവും ഇല്ല. പക്ഷെ എൻ്റെ നാട്ടിലൊരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന് കറുത്ത അംബാസഡറുണ്ട്. ഇത് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ പൂഴോട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അദ്ദേഹത്തെ കാണുമ്പോൾ ആൾക്കാർ കൈപൊക്കി കാണിക്കും, കൈ തൊഴുത് കാണിക്കും. അദ്ദേഹം ഇടക്കിടയ്ക്ക് ഒന്ന് കൈവെക്കും. അപ്പോൾ ചാച്ചോടെയും ചോദിച്ചു, ചാച്ചി ഇതാരാ? ഇത് നമ്മുടെ മോനെ നമ്മുടെ നാട്ടിൽ ബിസിനസ്സുകാരാണെന്ന് പറയും. എനിക്ക് ബിസിനസ് എന്താണെന്നോ ബിസിനസ്സുകാരൻ എന്താണെന്നോ ഒന്നും അറിയില്ലാത്ത പ്രായത്തിൽ പോലും കാറും വേണം, ആൾക്കാരുടെ ബഹുമാനം വേണമെങ്കിൽ ബിസിനസ്സുകാരനായാലും നടക്കുള്ളൂ. അല്ലാണ്ട് നീ വില്ലേജ് ഓഫീസറായിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അന്ന് ആ കൊച്ചു മനസ്സ് തീരുമാനിച്ചാണ് ബിസിനസ്സുകാരനാവണം. അപ്പൊ എന്തുകൊണ്ട് ജോലിക്ക് പോയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മൂലധനം എന്തെങ്കിലും വേണ്ടേ, കുറച്ച് പൈസ ഉണ്ടാക്കുക, അതായിരുന്നു എൻ്റെ ജോലിക്ക് പോയുള്ള ഉദ്ദേശം. പക്ഷെ എനിക്ക് ആ കമ്പനി തന്നൊരു സ്വാതന്ത്ര്യമുണ്ട്, ജോലി ചെയ്യാനും ഡിസിഷൻ എടുക്കാനും. ഒരു സ്വന്തം ബിസിനസ് നടത്തുന്ന പോലെയാണ് ഞാൻ ആ കമ്പനി തീരുമാനം എടുത്തിരുന്നത്. അങ്ങനെ എനിക്കൊരു കംഫർട്ട് സോണായിരുന്നത്. ആ കംഫർട്ട് സോണിൽ ആയതുകൊണ്ടാണ് ഞാൻ 11 വർഷം ഇവിടെ ഇരുന്ന് പോയത്. അല്ലായിരുന്നെങ്കിൽ അതിനു മുമ്പ് ചിലപ്പോൾ ചാടിപ്പോയി. ആ കംഫർട്ട് സോൺ ആയതുകൊണ്ടും ആ കമ്പനിയുടെ MD എനിക്ക് തന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളും, മിക്ക കാര്യങ്ങളും തീരുമാനം ഞാൻ തന്നെ എടുക്കുന്നത്. എൻ്റെ സ്വന്തം കമ്പനി നടത്തുന്നത് അത്ര ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ അവിടെ 11 വർഷം ഇരുന്ന് പോയത്. എന്നാലും എൻ്റെ ബിസിനസ്സുകാരനാകണമെന്ന് ഞാൻ തീരുമാനിച്ച കാര്യം അത് ഞാൻ കല്യാണം കഴിഞ്ഞവരോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ പോണ നമ്മുടെ ജീവിത രീതിയെ ഒന്ന് മാറ്റിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളും ഇപ്പൊ പോണ പോലെ ഇങ്ങനെ കിട്ടണോണ്ട് ജീവിച്ച് പോകും. അതിനപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികൾ ആ രീതിയിലായിപ്പോ. ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ അത് ബ്രേക്ക് ചെയ്യുമായിരിക്കാം. പക്ഷെ അതല്ല, നമ്മളെ കൊണ്ട് പറ്റുമല്ലോ. നമ്മളിപ്പോൾ ഇത്രയല്ലേ ആയിട്ടുള്ളൂ, നമ്മൾ പ്രായമൊന്നും ആയിട്ടില്ല. നമുക്കായിട്ട് ഇത് ബ്രേക്ക് ചെയ്യണം.
എന്ന് ഞങ്ങൾ ഒരു 10 വർഷം. ആ 10 വർഷം കഴിഞ്ഞ് നമുക്ക് കാണണം. 10 വർഷം കഴിഞ്ഞ് നമുക്ക് ഇതിന് നിറം ഒന്ന് മാറ്റണം എന്ന് നിങ്ങൾ എപ്പോഴും പറയായിരുന്നു. 10 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ നിറം മാറ്റിയെടുത്തു. അതിന്റെ ഉള്ളിൽ നമ്മൾ ഒത്തിരി ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു, നേടിയെടുത്തു. നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ബുദ്ധിമുട്ട് വരുമെന്നും ഇത് കാരണം നമ്മളൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടല്ലോ, നമ്മൾക്കിത് ബ്രേക്ക് ചെയ്യണം, ഇത് കൊണ്ടുപോകണം, നമുക്ക് വേറെ ലെവലിലാകണം, നമ്മുടെ ജീവിത നിലവാരം മാറ്റണം, ഇതൊക്കെ നമ്മൾ തീരുമാനിച്ച കാര്യം. അതിന് പോകണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ നേരിടാൻ തയ്യാറാകണം എന്നൊക്കെ ഞങ്ങൾ രണ്ടും കൂടി എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ എല്ലാവരും ജോലിക്ക് പോകുന്നവരല്ല. മാറ്റിന് ജോലിക്ക് പോകണമെങ്കിൽ 3 ഷർട്ട് വേണം. ഒന്ന് വെളുപ്പിനെ ഹാർബറിൽ പോകാനിട്ട്, ഹാർബറിൽ പോയ ഷർട്ട് ഇട്ടുണ്ട് പിന്നെ ഓഫീസിലേക്ക് വരാൻ പറ്റത്തില്ല, അപ്പം മണ്ണുണ്ടാവും. അത് ഞാൻ തേച്ച് കൊടുത്തു വിടണം. പിന്നെ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് വേറെ അടുത്ത കൊല്ലത്തും പോകണമെങ്കിലും വേറെ ഡ്രസ്സ് വേണം. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായിരുന്നു. അവിടെ 10 വർഷം ചോദിച്ചാൽ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അവിടെ ഇടണമെങ്കിൽ പാൻ ഷർട്ടും അല്ല, വെള്ളം ഇട്ടുണ്ട് പോകണം. അപ്പൊ അലക്ക് തേപ്പ് അതിന്റെ കണക്ക് പറയട്ടെ. മാറ്റിന്റെ ഞാനൊരു ദിവസം ദുബായിലാണ്, സ്പെയിനിലാണ്, എവിടെ ഇരുന്നിട്ട് അവിടുത്തെ ഹോട്ടലിൽ, സ്പെയിനിലാണ്, അവിടുത്തെ ഹോട്ടലിൽ ലോണ്ടറിയുടെ ചീട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇവിടുത്തെ ചാർജ് കണ്ടു, ഇതാണ് ചാർജ് എന്ന് പറഞ്ഞു. ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തു. ഇത്ര ഒരു ഷർട്ട് അലക്കണേ, ഒരു ടവൽ, നമ്മുടെ കർച്ചീഫ് അലക്കണേ പോലുള്ള ചാർജ് അല്ല, അലക്കി തേച്ച് തന്നെ ചാർജ് ഭയങ്കരമായിരുന്നു. അപ്പൊ തിരിച്ച് പിറ്റേ ദിവസം എനിക്ക് മെസ്സേജ്, അന്ന് രാത്രി ഞാൻ കാൽക്കുലേറ്റർ എടുത്തു, ഞാൻ കണക്കൂട്ടി ഇത്ര വർഷം ഇത്ര ഷർട്ട് വെച്ച് ഞാൻ തേച്ചിട്ട് എത്ര പൈസ വരാറുണ്ട്. ഇവിടെ പറഞ്ഞ നിങ്ങൾ ഇങ്ങോട്ട് വരമ്പാ 14 കോടിയായിട്ട് ഞാൻ ചെയ്യാൻ ഇത്രയും വർഷം ഈ കണക്ക് വെച്ച് നോക്കിയാൽ ഞാൻ ഇതിനകത്ത് 10% ഡിസ്കൗണ്ട് ഇട്ടുണ്ട്. ബിസിനസ് അതാണ്. അപ്പൊ മാറ്റി ബില്ല് അയച്ചു കൊടുത്തു. അല്ല, അതങ്ങനെയാണല്ലോ, വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോ അതിനൊന്നും ഒരു വിലയില്ല. പക്ഷെ അങ്ങനെയൊന്നുമില്ല, മാറ്റി അങ്ങനെയൊന്നുമില്ല. മാറ്റി ഒരു താളത്തിന് അങ്ങനെ മനസ്സിലായി. ഞാൻ തേച്ച് കൊടുക്കുമ്പോ പറയണത്, നീ തേച്ച് ഷർട്ട് ഇടുമ്പോ എനിക്ക് എന്നാ ഒരു കോൺഫിഡൻസ് ആണെന്ന് അറിയാവോ എന്നൊക്കെ പറയുമ്പോ നമ്മൾ ശരിയാണ്, രണ്ടെണ്ണം തേച്ചേക്കാം, നമ്മുടെ കാര്യം നടക്കണ്ടേ. കാര്യം നടക്കാനൊന്നും തോന്നത്തില്ല, പറയണമെന്ന് അത്രയ്ക്ക് നല്ല ഇതായിട്ടാ പറഞ്ഞത് നമ്മള്. അപ്പം ഒരു ഷർട്ട് തേക്കുന്നിടത്ത് ഞാൻ 2 ഷർട്ട് തേച്ചു കൊടുക്കും. ഇപ്പോഴും മാറ്റിന് ഏറ്റവും ഇഷ്ടം എവിടെയെങ്കിലും പോയിച്ച് വരുമ്പോൾ വീട്ടിലിടുന്ന ടീഷർട്ടൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ തേച്ച് അടുക്കി വെച്ചിട്ട് കാണുമ്പോൾ അലമാരി തുറക്കുമ്പോൾ ഓ സന്തോഷം, എല്ലാം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കും. എനിക്ക് അങ്ങനെ അത് ചിലപ്പോ പറയുമ്പോ ടീഷർട്ട് തേച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കൊണ്ട് തേക്കണം, അല്ല പിന്നെ ഇവിടെ വിളിക്കണം. തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചി നമ്മുടെ കനക ചേച്ചിയുണ്ട്, ആ ചേച്ചി എല്ലാം ചെയ്തു വെച്ചോളും, എല്ലാം അറിയാം, മാറ്റിന്റെ എല്ലാ താല്പര്യം. അപ്പൊ ഇവര് തമാശ പറയും, നീ 10 ദിവസം വീട്ടിൽ പോയാലും പ്രശ്നമില്ല, കനക കാര്യങ്ങളെല്ലാം മുടങ്ങും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.